الحمد لله المبدئ المعيد الغني الحميد العفو الواسع والعقاب الشديد. من هداه فهو السديد السعيد، ومن أضله فهو الطريد البعيد، ومن أرشده إلى سبل النجاة ووفقه فهو الرشيد. يعلم ما ظهر وما بطن وما خفي وما علن وما هجن وما حسن، وهو أقرب إلى الكل من حبل الوريد. قسم الخلق قسمين وجعل لهم منزلتين، فريق في الجنة وفريق في السعير. إن ربك فعال لما يريد. اللهم صل على محمد وعلى آل محمد الذي أدى الأمانة وبلغ الرسالة ونصح الأمة وكشف الله به الغمة، ونحن على ذلك من الشاهدين إلى يوم نلقاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم، وليمكنن لهم دينهم الذي ارتضى لهم، وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا، ومن كفر بعد ذلك فأولئك هم الفاسقون. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. അബൂജഹലിന്റെ യഥാർത്ഥ നാമം അബുൽ ഹക്കം എന്നായിരുന്നു. യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ആളുകളുടെ പിതാവ്. യുക്തിയുടെ പര്യായം, ബുദ്ധിയുടെ പര്യായം. ആ അബുൽ ഹക്കം പിന്നീട് അറിയപ്പെട്ടത് അബൂജഹൽ എന്നാണ്, ജാഹിലുകളുടെ പിതാവ് എന്നാണ്. അറിവ് മനുഷ്യന് ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ ഊഷരതയിൽ നിന്ന് ഉർവരതയിലേക്ക് അവനെ സംസ്കരിക്കുന്നില്ലെങ്കിൽ അവൻ ജാഹിൽ ആണെന്നല്ല, അവൻ അബൂ ജഹൽ ആണ്. ഞാനും നിങ്ങളും അങ്ങനെ അബൂ ജാഹിലാകാൻ പാടില്ല. ഇയാൾക്കൊരു മകൻ ഇക്രിമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിതാവിനെ പോലെ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്നു, റസൂലിന്റെ ബദ്ധവൈരിയായിരുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇക്രിമ തന്നിൽ വിശ്വസിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. യഅതീകും ഇക്രിമത്തു ഇബ്നു അബീ ജഹൽ മുഅ്മിനൻ മുഹാജിറൻ ഫലാ തസുബ്ബു അബാഹു. മുഹാജിറായി, മുഅ്മിനായി, രണ്ട് പദമാണ് പ്രയോഗിച്ചത്. മുഅ്മിൻ, മുഹാജിർ. നമ്മുടെ വിഷയത്തോട് ബന്ധമുള്ള പ്രയോഗമാണ്. നിങ്ങളിലേക്ക് കടന്നുവരും. അയാളുടെ ഉപ്പാനെ നിങ്ങളാരും ചീത്ത പറയരുത്, അയാളുടെ മോനല്ലേ നീ എന്ന് പറയരുത്. തീർച്ചയായും മരിച്ചവരെക്കുറിച്ച് മോശം സംസാരിക്കുക എന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഇക്രിമ പിന്നീട് റസൂലിൽ വിശ്വസിക്കുകയും ഇക്രിമയുടെ അവസാന നാളിൽ വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് അതിനെ ചുംബിച്ച്
പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു അത്രേ, അല്ലാഹുവേ നിന്റെ വചനം, റബ്ബേ നിന്റെ വേദഗ്രന്ഥം എന്ന്. ഈ സദസ്സ് ഖുർആൻ ടോക്കിന്റെ സദസ്സാണ്. ഖുർആൻ ഒരു വിശ്വാസിയുമായി എത്രമേൽ ബന്ധമുണ്ടാകണം എന്നതിന്റെ ഒരു രേഖാചിത്രമാണ് ഇക്രിമയുടെ ഈ ഇമേജ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു വിശ്വാസിയുടെ കയ്യിലല്ല, കൽബിൽ എപ്പോഴും ഖുർആൻ ഉണ്ടായിരിക്കണം. ഖുലുഖുഹു അൽ ഖുർആൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലിന്റെ സ്വഭാവം ഖുർആനാണ്. നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യും. ഒരിക്കൽ ഇശാ നമസ്കാര ശേഷം പതിവായി പ്രവാചകന്റെ വീട് പോകുന്ന വഴിയിൽ കുറച്ചാളുകളുമായി റസൂല് സംസാരിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഒരു സ്വഭാവമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടെന്ന് പറയുന്നത് മദീനയുടെ പള്ളിയോട് ചേർന്നു തന്നെയാണ്. പക്ഷെ റസൂല് അങ്ങനെ ജനങ്ങളുടെ ഇടയിലൂടെയാണ് എപ്പോഴും. പ്രവാചകൻ പോകുമ്പോൾ ഒരു വഴി, വരുമ്പോൾ ഒരു വഴി, ഈദ്ഗാഹിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ നിരന്തരമായി ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചവരായിരുന്നു എല്ലാ പ്രവാചകന്മാരും. സോഷ്യൽ ഐസൊലേഷൻ എന്നത് പുതിയ കാലഘട്ടത്തിലെ വലിയൊരു ട്രാജഡിയാണ്. നാട്ടിലില്ല, റോട്ടിലില്ല, വീട്ടിലില്ല, നാലാൾ കൂടുന്നിടത്ത് പ്ലസ് ടുക്കാരനെ കാണാനില്ല, അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം അടുക്കളയിലില്ല, കല്യാണത്തിന്റെ മഹാശബ്ദത്തിൽ അവനില്ല, മരണത്തിന്റെ മഹാമൗനത്തിലും അവനില്ല, പാർട്ടിയിലില്ല, സംഘടനയിലില്ല, പ്രത്യയശാസ്ത്ര ചർച്ചയിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല, അണ്ടർലൈൻ. അങ്ങനെ ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു പക്ഷേ അതിൽ ഏതെങ്കിലും അപൂർവ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ബോയും ഗേളൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടാവും. അത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണത്. അങ്ങനെ വന്നിരിക്കാൻ പറ്റുക എന്നുള്ള അങ്ങനെ ഒരു മനസ്സ്, ആ റെഡിനെസ്, അത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. അവരെ പ്രത്യേകമായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു കാലത്ത് പ്രവാചകന്മാരുടെ ഈ സ്വഭാവം, മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഒരു വിമർശം, യംശി ഫിൽ അസ്വാഖ്, ഇതെന്ത് റസൂൽ, മാലിഹാദ റസൂൽ എന്നാണ്, ഇതെന്ത് നബി, യംശി ഫിൽ അസ്വാഖ്, ടൗണിലൂടെ നടന്നു പോവുകയോ അങ്ങാടിയിൽ കറങ്ങുകയോ. വിശുദ്ധർ പള്ളിയിലിരിക്കേണ്ടവരാണ്. അവർ അങ്ങാടികളിൽ കാണാൻ പാടില്ല, അവർ ജനമധ്യത്തിലാകാൻ പാടില്ല, അവർ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ല, അവരങ്ങനെ ഒതുങ്ങിക്കഴിയേണ്ടവരാണ് എന്ന ഒരു പൊതുബോധം മക്കയിലെ നിവാസികൾക്കുണ്ടായിരുന്നു. അതാണ് അവർ പറഞ്ഞത്, മാലിഹാദർ റസൂൽ, ജനങ്ങളുടെ ഇടയിൽ നടക്കുക. മുഹമ്മദ് നബി ഇശാ നമസ്കാര ശേഷം ഇങ്ങനെ സംവദിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോവുക. ഒരു ദിവസം ലേറ്റായി. അപ്പോൾ ചോദിച്ചു, എന്താണ് അങ്ങ് വൈകിയത്? അപ്പോൾ റസൂല് പറഞ്ഞു, ഞാൻ പതിവായി പാരായണം ചെയ്യാറുള്ള ചില സൂറത്തുകളുണ്ട്. മഗ്‌രിബിക്ക് ശേഷം അത് പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇശാഇനു ശേഷമാണ് ഞാനത് പാരായണം ചെയ്തത്, അതാണ് വൈകിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. സൂറത്തു സുമർ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് അൽ ഇസ്രാ, സൂറത്ത് സജദ ഹദീസുകളിൽ വന്നതാണ്. ഇതൊക്കെ പാരായണം ചെയ്യാറുണ്ടായിരുന്നു പതിവായി രാത്രികളിൽ. മൻ നാമ അൻ ഹിസ്ബിഹി ഔ അൻ ഷൈഇൻ മിൻഹു ഫഖറഅഹു ബൈന സ്വലാത്തിൽ ഫജ്ർ വസ്വലാത്തിൽ ളുഹർ. ആരെങ്കിലും രാത്രി പതിവായി ഓതാറുള്ളത് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഓതാതെ ഉറങ്ങി എങ്കിൽ സ്വലാത്തുൽ ഫജ്റിനും സ്വലാത്തുൽ ളുഹറിനും ഇടയിൽ അയാളത് ഖളാ വീട്ടിയാൽ കുത്തിബ ലഹു കഅന്നഹു ഖറഅഹു ഫിൽ ലൈൽ, രാത്രി അയാൾ ഓതിയതായി അള്ളാഹു രേഖപ്പെടുത്തി. മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രമേൽ അഭേദ്യമായ ബന്ധം ഖുർആനുമായി ഉണ്ടാകണം. യഅതി അൽ ഖുർആനു വഅഹ്ലുഹു അല്ലദീന കാനൂ യഅമലൂന ബിഹി ഫിദ്ദുനിയ. ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് ദുനിയാവിൽ പ്രവർത്തിക്കുകയും ചെയ്തവർ. ഈ ഹദീസ് വളരെ പ്രധാനമാണ്. ഖുർആൻ കേവലം ഓതാനുള്ളതല്ല,
വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഖുർആൻ കേട്ടാൽ അവർ അന്ധരും ബധിരരുമായി അതിനെ സമീപിക്കില്ല. അവർ അതിനെക്കുറിച്ച് ആലോചിക്കും, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഖുർആൻ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ഖുർആൻ അന്ത്യനാളിൽ വരും. തഖ്ദുമു സൂറ അൽ ബഖറ വ ആലു ഇമ്രാൻ. ആലു ഇമ്രാൻ, അൽ ബഖറ വലിയ സൂറത്തുകളാണ്. അവർ വന്നുകൊണ്ട് തുജാദിലാനി അൻ സാഹിബിഹിമ, അത് പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും എന്നൊക്കെ സ്വഹീഹ ഹദീസിലുണ്ട്. പറഞ്ഞു വന്നത്, ഈ ഖുർആൻ ടോക്ക് എന്ന പദം വളരെ പ്രധാനമാണ്. ഖുർആനുമായി നമ്മുടെ ബന്ധം അഭേദ്യമായിരിക്കണം. നമ്മുടെ വിഷയം വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഹിജ്റ എന്നത് അതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഹിജ്റ ആരെങ്കിലും, നേരത്തെ ഖുർആൻ പാരായണം ചെയ്ത കുട്ടി സൂറത്തു നിസായിലെ ആ ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. ആരെങ്കിലും ഹിജ്റ ഉദ്ദേശിച്ച് വമൻ യഖ്റുജ് മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നടന്നു പോകുമ്പോൾ അയാൾ മരിച്ചാൽ, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, മരിച്ചു വീഴും. കാരണം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് പരിത്യാഗമെന്ന് പറയുന്നത്. മക്കയിലേക്കുള്ള പാത, മുഹമ്മദ് അസദിന്റെ മക്കയിലേക്കുള്ള പാതയിൽ അദ്ദേഹം ഒരു അധ്യായം കാറ്റ് എന്നാണ്. ആടുജീവിതം ബിന്യാമിൻ എഴുതുമ്പോൾ മക്കയിലേക്കുള്ള പാതയെ അധികരിച്ചുകൊണ്ടാണ് എഴുതിയത് എന്ന വിമർശം കേരള സാഹിത്യ ലോകത്ത് വ്യാപകമായിരുന്നു. അത് വളരെ പ്രസക്തിയുമുണ്ട്. കാറ്റ് എന്നാണ്. മരുഭൂമി എന്നാൽ നീ ഈണ്ട തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് അവിടുത്തെ മനുഷ്യർ നടക്കുക. വരണ്ട ഒരു ലോകമാണ്. മൻസക്കനൽ ബാദിയ ജഫ, ആരെങ്കിലും മരുഭൂമിയിൽ താമസിച്ചാൽ അയാൾ വരണ്ടുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമനിത്തബഅ സ്വൈദ ഗഫല, ആരെങ്കിലും വേട്ടമൃഗത്തിന്റെ പിറകെ പോയാൽ അയാൾ അശ്രദ്ധയിലാകും. വമൻ അതാ അസ്സുൽത്താന ഇഫ്തുതിന, ആരെങ്കിലും രാജാവിന്റെ പടിവാതിൽക്കൽ പോയാൽ ഫിത്നയിലേക്കാണ് അവൻ പോകുന്നത്. ഗംഭീരമായൊരു ഹദീസാണ്. സാഹചര്യം, നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നത്, നിങ്ങൾ ഏത് സ്കൂളിലാണ് മക്കൾ പഠിക്കുന്നത് എന്നത്, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നത്, ഇതൊക്കെ ഒരാളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും, സ്വഭാവത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് റസൂൽ പറയുന്നത്. അതുകൊണ്ട് മരുഭൂമി എന്നത്, അവിടെ മനുഷ്യർ വളർന്നാൽ അവിടെ മനുഷ്യൻ പരുക്കനാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. ആ പരുക്കൻ ലോകത്ത് നിന്നൊരു പാരഡൈം ഷിഫ്റ്റാണ് ഹിജ്റയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഹിജ്റ എന്ന് പറയുന്നത്. വല്ലാത്ത വേദനയാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ആ ഒരു ത്യാഗനിർഭരമായ ആ യാത്രയെ ഖുർആൻ അങ്ങനെ വാത്തോരാതെ ആവർത്തിക്കുകയും അവരെ പുകഴ്ത്തുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അള്ളാഹു ധാരാളമായി ഓഫർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്നവർക്ക് അള്ളാഹു നൽകുന്നുണ്ട്. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന لا يستوي القاعدون من المؤمنين والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين على القاعدين درجة. ഇരിക്കുന്നവരും സഞ്ചരിക്കുന്നവരും ധർമ്മമാർഗത്തിൽ പോരാടുന്നവരും അടങ്ങിയിരിക്കുന്നവരും ഒരിക്കലും തുല്യരായി നിങ്ങൾ അവരെ കാണാൻ പാടില്ല. ലൈസൽ ബിർ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കേണ്ട, പുണ്യമെന്ന് പറയുന്നത് കിഴക്കും പടിഞ്ഞാറും തിരിഞ്ഞ് ആരാധനകൾ നിർവഹിക്കുന്നതാണ് പുണ്യമെന്ന് നിങ്ങൾ വിചാരിക്കരുത്.
അതിനേക്കാൾ വലിയ പുണ്യമുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നിർവഹിക്കുക, ഹിജ്റ നിർവഹിക്കുക എന്നതൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. അവർക്ക് ധാരാളം പ്രതിഫലം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു പറയുന്നത് വമൻ യുഹാജിർ ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ നിർവഹിച്ചാൽ യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ, നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, ധാരാളം മുറാഗം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. നിങ്ങൾക്ക് ധാരാളമായി ഓപ്പർച്യൂണിറ്റീസ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തരുമെന്നതാണ്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകാൻ തയ്യാറായാൽ അള്ളാഹു ധാരാളമായി പ്രതിഫലമാണ് അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് മരുഭൂമിയിലൂടെ വല്ലാതെ കഷ്ടപ്പെട്ട് അങ്ങനെ യാത്ര ചെയ്തു, മദീനയിലെത്തി. അവസാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ് എത്തുന്നത്. ഇന്നത്തെ രാജാക്കന്മാർ വേടൻ പാടിയതുപോലെ കപടദേശവാദി, നാട്ടിൽ മതജാതി വ്യാധി, വാളെടുത്തവന്റെ കയ്യിലാണ് നാടുവാദി, വാക്കെടുത്തവൻ ദേശദ്രോഹി, തീവ്രവാദി എന്നൊക്കെ അയാൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള രാജാവായിരുന്നില്ല റസൂൽ, അങ്ങനെയുള്ള നേതാവായിരുന്നില്ല റസൂൽ. തന്റെ അനുയായികളെ മുഴുവൻ സുരക്ഷിതമായി അങ്ങോട്ട് പറഞ്ഞയച്ചാണ് ലാസ്റ്റാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോകുന്നത്. മദീനയിലേക്ക് റസൂൽ ചെന്നപ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞുകൊണ്ട് ബൈത്ത് ചെല്ലുകയാണ്. മരണത്തെക്കുറിച്ച് അദ്ദേഹം പാട്ടുപാടുകയാണ്. അതുപോലെ തന്നെ ബിലാൽ ഇബ്നു റബാഹ് പാട്ടുപാടുകയാണ്. പാട്ടും ഇസ്ലാമും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പാട്ടും ഇസ്ലാമും തമ്മിൽ വല്ലാത്ത ബന്ധമാണ്. ഇസ്ലാം സംഗീതമെന്നത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്, മനോഹരമാണ്. ഇസ്ലാമിലെ ബാങ്ക് എന്നത് അത് സംഗീതാത്മകമാണ്. ലൈസ മിന്ന മല്ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ മനോഹരമായി സംഗീതാത്മകമായി പാരായണം ചെയ്യാത്തവൻ മുസ്ലിമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദ് നബി ഒരിക്കലും ബാങ്ക് കൊടുക്കുന്നില്ല, അബൂബക്കറും ഉമറും ഒന്നും ബാങ്ക് കൊടുക്കുന്നില്ല. കാരണം അത് കൊടുക്കേണ്ടത് നാട്ടിലെ യേശുദാസാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയെ അത് ഏൽപ്പിച്ചു. ഏറ്റവും അടിമയായ ഒരാളെ അത് ഏൽപ്പിച്ചു, കറുത്തവനായ ഒരാളെ അത് ഏൽപ്പിച്ചു. അങ്ങനെ പല മുഖങ്ങൾ അതിനുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മദീനയിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് ഖുർആൻ ഓതിക്കൊണ്ടായിരുന്നില്ല. ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദാ ലില്ലാഹി ദാ. അഥവാ ഈ അർത്ഥത്തിലുള്ള കവിതകളും ഈ അർത്ഥത്തിലുള്ള ഗാനങ്ങളും മക്കയുടെ ഒരു സ്വഭാവമായിരുന്നു, മദീനയുടെയും ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ പദ്യം, ഏറ്റവും മനോഹരമായ കവിത, ഏറ്റവും മനോഹരമായ ഈരടികൾ ഖുർആൻ അങ്ങനെയാണ് അതിനെ മറികടന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവിടെ എത്തുമ്പോൾ അവരെല്ലാവരും ദുഃഖത്തിൽ. അലാലൈത ശഅരി ഹലബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിർ ബജലീൽ. അല്ലാഹുവേ, ഇനി എന്നാണ് ഇദ്ഖിർ ജലീൽ, ഇദ്ഖിർ ജലീൽ പുല്ലുകൾ നിറഞ്ഞ മക്കയുടെ താഴ്വരയിൽ എന്നാണ് എനിക്കൊന്ന് അന്തിയുറങ്ങാൻ സാധിക്കുക, ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ കരയുന്നു, അബൂബക്കർ സിദ്ദീഖ് കരയുന്നു. ഇത് കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കേക്ക് പോയി പറഞ്ഞു, റസൂലേ, എല്ലാവർക്കും പനി ബാധിച്ചിരിക്കുന്നു, എല്ലാവരും നിരാശയിലാണ്, എല്ലാവരും തളർന്നിരിക്കുന്നു റസൂലേ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രാർത്ഥന അവിടെ വെച്ച് നടത്തുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് റസൂല് ആകാശത്തെ കയ്യുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബി മക്ക ഔ അശദ്. അല്ലാഹുവേ, മക്ക എത്രമേൽ ഞങ്ങൾക്ക് പ്രിയങ്കരമായിരുന്നു
അതിനേക്കാൾ മദീനയോട് ഞങ്ങൾക്ക് പ്രണയം തോന്നിപ്പിക്കണമേ. മക്ക ഞങ്ങൾക്ക് എത്ര പ്രിയങ്കരമായിരുന്നു, അതിനേക്കാൾ മനോഹരമായി മദീനയോട് ഇഷ്ടം തോന്നിപ്പിക്കണമേ. വല്ലാത്ത അത്ഭുതമാണ് പിന്നീട് സംഭവിച്ചത്. ഇവരുടെ മക്കയോടുള്ള പ്രേമത്തെക്കാൾ മദീനയോട് വല്ലാത്ത ഇഷ്ടം അവർക്കുണ്ടാകുന്നു. അങ്ങനെ മദീന മനോഹരമായ യസ്രിബ് മദീനത്തുൻ നബി ആയിത്തീരുന്നു. പിന്നീട് അവരവിടെയാണ് താമസിക്കുന്നത്. പിന്നീട് അവർക്ക് മക്ക ഫതഹിൽ ഒരു അവസരം ലഭിച്ചിട്ടും അവരൊരിക്കലും മക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഞെട്ടിയാലെങ്ങനെ? ഞെട്ടരുത്. ഏത് സന്ദർഭത്തിലും നമുക്ക് വലിയ പ്രചോദനമാണ്. ഗസയിലെ പിള്ളേര് അവർ ഞെട്ടണില്ലല്ലോ. അവരിങ്ങനെ ബോംബ് വന്ന് വീഴുമ്പോ ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഒരു കയ്യിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക പേര്. ഞെട്ടരുത് എന്ന് പഠിപ്പിച്ച ഒരാളാണ്. അപാര ധീരതയുടെ പര്യായമാണ് നമ്മുടെ ലീഡർ. ഒരാൾ വാള് പിടിച്ചു, റസൂൽ ഉറങ്ങാണ്. വാള് അറബികൾ നടക്കുമ്പോഴും അവരുടെ യാത്രയിലും എപ്പോഴും കയ്യിൽ വാളുണ്ടാവും. അത്ര അരക്ഷിതമായ ഒരു ലോകമായിരുന്നു മക്ക. വാളിങ്ങനെ ഞാത്തിട്ടു, റസൂൽ ഉറങ്ങണം. അപ്പൊ ശത്രുവിന് വാള് കയ്യിൽ കിട്ടി. അങ്ങനെ യാ മുഹമ്മദ് സ്റ്റാൻഡപ്പ്, എണീക്കെന്ന് പറഞ്ഞു. റസൂല് എണീച്ചു. എന്തെന്ന് വെച്ചു, നിന്നെ ആര് രക്ഷിക്കുന്നു? റസൂല് വാള് കാണുന്നില്ല. ഇയാളെ കൊണ്ടത് ആര് രക്ഷിക്കുന്നു? അള്ളാഹു രക്ഷിക്കുന്നു. വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഞാൻ താങ്കളെ രക്ഷിക്കുന്ന അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അയാളെ വാള് നിലത്തേക്ക് കൂടി. ആ വാളെടുത്തിട്ട് ചോദിച്ചു, നിന്നെ ആര് രക്ഷിക്കുന്നു ചോദിച്ചു. മുഹമ്മദേ, നീ അല്ലാതെ എന്നെ ആര് രക്ഷിക്കാനില്ല. അതാണ് നമ്മുടെ റസൂൽ. അതുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു ആക്സിഡന്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തു സംഭവിക്കാം, എന്ത് സംഭവിച്ചാലും ഞെട്ടാൻ പാടില്ല, അമിതമാകാൻ പാടില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ അമിതമായി കരയരുത്, ലഭിച്ചതിൽ അമിതമായി ആനന്ദിക്കരുത്. ലഭിച്ചതിൽ അമിതാനന്ദം. 4 മക്കളുണ്ട്. 4 പേരും എത്ര കാലം കൂടെ ഉണ്ടാകുന്ന ഒരു ഉറപ്പില്ല. ഉപ്പയുമ്മയും ഇപ്പോഴുണ്ട്. എത്രയോ ആളുകൾക്ക് പിതാവും മാതാവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആരോഗ്യത്തോടുകൂടിയ ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ സമ്പത്തുണ്ട്, വീടുണ്ട്. ഇതുപോലെ സന്തോഷമായി ജീവിച്ചവരായിരുന്നു ഗസയിലെ ജനങ്ങൾ. അതുകൊണ്ട് ഞെട്ടാൻ പാടില്ല എന്നതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. പ്രാർത്ഥന വലിയ ആയുധമാണ്. അവിടെ വെച്ച് റസൂൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വീകരിച്ചു അല്ലാഹു. പിന്നീട് മദീന അവരുടെ ഹരമായി തീർന്നു. ഇന്നും മദീന എന്നത് ആ അർത്ഥത്തിൽ വല്ലാത്ത സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരിടമാണ് എന്ന് കാണുവാൻ സാധിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ് മുഹമ്മദ് നബി ഹിജ്റ നിർവഹിക്കുന്നത്. പ്രവാചകന്റെ പ്രിയതമ ഖദീജ മരിക്കുന്നു. പ്രവാചകന് സംരക്ഷണം ഒരുക്കിയ അബൂ താലിബ് മരിക്കുന്നു. പ്രവാചകൻ പ്രതീക്ഷയോടുകൂടി മാതാവിന്റെ നാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്നും റസൂലിനെ എറിഞ്ഞോടിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദാറുന്നദുവയിൽ പ്രവാചകനെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നു. ഈ ഗൂഢാലോചന പുതിയ കാലഘട്ടത്തിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ മീഡിയകൾക്കെതിരെ, മീഡിയയിലെ ചില വ്യക്തികൾക്കെതിരൊക്കെ നടക്കുന്ന ഈ സമരം, ഈ ഗൂഢാലോചനകൾ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. ഇതെല്ലാ കാലഘട്ടത്തിലും വഖദ് മക്കറൂ, അവർ കുതന്ത്രം ആവിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു നിർത്തുന്നില്ല. വമക്കറുല്ലാഹ്, അല്ലാഹു ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയ തന്ത്രജ്ഞൻ. വളരെ ആസൂത്രണം ചെയ്ത് ഇതോടുകൂടി ഇറാൻ ഇല്ലാതെയാകുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് വലിയ പ്ലാനിങ്ങോടുകൂടിയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ അടിച്ചതേ ഓർമ്മയുള്ളൂ. ഇങ്ങനെ നിരന്തരമായി കിട്ടാൻ തുടങ്ങി. നാണം കെട്ടു, ഭയന്നു. അവിടെ നിന്ന് സൈപ്രസിലേക്ക് പാലായനം, കൂട്ടപ്പാലായനം, കൂട്ടനിലവിളി. ഗസയല്ല ഇത് എന്ന അടിക്കുറിപ്പോടുകൂടി ലോകം മുഴുവൻ, അവിടത്തെ കെട്ടിടങ്ങൾ തകർന്ന വാർത്തകൾ ലോകം മുഴുവൻ അറിഞ്ഞു.
വഖദ് മക്കറു വമക്കറല്ലാഹ്, അവർ കുതന്ത്രം ആവിഷ്കരിക്കുന്നു, അല്ലാഹുവും തന്ത്രം ആവിഷ്കരിക്കുന്നുണ്ട്. വല്ലാഹു ഖൈറുൽ മാക്കിർ. അൺബിലീവബിൾ ബാങ്ക് എന്നായിരുന്നു അതിനെക്കുറിച്ച് പാശ്ചാത്യൻ മീഡിയകൾ പറഞ്ഞത്. ഇറാനിൽ നിന്ന് അമേരിക്ക വാങ്ങിയ തല്ല് അവിശ്വസനീയമായ പ്രഹരമാണ് അവർ ഏൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് എല്ലാത്തിനും മുകളിൽ അല്ലാഹുവുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസ്റഹുല്ലാഹ്, നിങ്ങൾ ആരും ആ റസൂലിനെ സഹായിച്ചില്ലെങ്കിലും ദീനിനെ സഹായിച്ചില്ലെങ്കിലും അല്ലാഹു സഹായിക്കും. ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഒരു ഗുഹയിലായിരുന്ന സമയം. ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഇത് വല്ലാത്ത ഒരു വികാരമാണ്. ഏത് പ്രതിസന്ധിയിലും അല്ലാഹ് വിത്ത് അസ്, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ഭയങ്കര ശക്തിയാണ്. ഗസയിലെ കുട്ടികൾ, പ്രായമുള്ളവർ ഏത് പ്രതിസന്ധിയിലും ജയിലിൽ കൊണ്ടിട്ടാലും റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ, ഒരു റസൂലിന്റെ വർത്താനം. ആര്? യൂസുഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജയിലെന്ന് യൂസുഫ് പറയാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി ഇതാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അള്ളാഹുവേ നിനക്ക് സ്തുതി. അലാ കുല്ലി ഹാൽ, ഏത് സാഹചര്യത്തിലും, സന്താപത്തിലും സന്തോഷത്തിലും അൽഹംദുലില്ലാ, അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. മുസ്ലിങ്ങൾ പാട്ടുപാടും, മുസ്ലിങ്ങൾ ആഘോഷിക്കും. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ ഒരു ഇസ്ലാമിന്റെ ആ ഒരു ബറക്കത്ത്, ഇസ്ലാമിന്റെ ആ ഒരു ഇസ്സത്ത്, ഇസ്ലാമിന്റെ ആ ഒരു വല്ലാത്ത ഒരു പ്രസരിപ്പ് അത് കാണാൻ സാധിക്കും. അവരുടെ മുഖത്തത് കാണാൻ സാധിക്കും. അവർ തവക്കുലിന്റെ ആളുകളാണ്. 5 ഗുണങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കണം. അതിലൊന്ന് ത്യാഗം എന്നതാണ്. വീടുപേക്ഷിക്കാൻ കഴിയണം, നമ്മുടെ നാടുപേക്ഷിക്കാൻ കഴിയണം, നമ്മുടെ സൗകര്യങ്ങൾ, കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ പിള്ളേരൊക്കെ 3 രോഗങ്ങൾ പുതിയ തലമുറക്കുണ്ടെന്നാണ്. ഒന്ന് സിറ്റിംഗ് ആണ്, 2 ഈറ്റിംഗ് ആണ്, 3ാമത്തത് സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ്. സിറ്റിംഗ് ഈസ് എ ന്യൂ സ്മോക്കിംഗ് എന്നാണ്. ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തെ സ്മോക്കിംഗ് ആണ്. അത് വലിയ അസുഖമാണ്. കേരള ജേണൽ ഓഫ് സൈക്കാട്രി ഒരു പഠനം പറഞ്ഞു. ആ പഠനത്തിൽ പറയുന്നത് വ്യാപകമായി പുതിയ കുട്ടികൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ്. വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് ലഭിക്കും, ഇത് പിള്ളേർക്ക് കിട്ടണില്ല എന്ന്. അതുകൊണ്ട് അവരുടെ ഡോപ്പോമിൻ, അവരുടെ എനർജി, അവരുടെ ഹാപ്പി ഹോർമോൺ കുറയുന്നു. അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റണില്ല എന്ന് ഒരു പഠനം വന്നതാണ്. അത് വളരെ പ്രധാനമാണ്. സിറ്റിംഗ്, എപ്പോഴും ഇതിങ്ങനെ ഞെക്കിയിരിക്കുക. ഈറ്റിംഗ്, 3 നേരം കഴിച്ചിരുന്ന പഴയ തലമുറ മാറി പുതിയ ജൻസി ടീം എപ്പോഴും കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. അല്ല, സന്ദേശം തന്നെ അതാണ്. നിങ്ങൾ ലഹരിയിൽ രക്ഷപ്പെടണോ, സുംബ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. ഈ ലഹരിയുടെ ഭാഗമാണ് സുംബ. മദ്യശാലകളിൽ സുംബയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്കുള്ള വാതിലാണ് യഥാർത്ഥത്തിൽ ഇത്. ഇങ്ങനെയുള്ള വൈരുദ്ധ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ സിറ്റിംഗ്, ഈറ്റിംഗ്, ഡൈൻ ഔട്ട്, രാത്രികളിൽ ഇങ്ങനെ നടക്കുകയാണ്. ചായക്കടകൾ ഇങ്ങനെ തുറക്കുന്നു വെക്കുകയാണ്. അങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഉറക്കമില്ലാത്തൊരു തലമുറ. ഈ ശരീരത്തിലെ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ ബോഡിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മെലറ്റോണിൻ രാത്രി സുഖമായി നേരത്തെ കിടന്നുറങ്ങുന്നവർക്കാണ് സംഭവിക്കുക. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ വൈഫ് പ്രശ്നക്കാരിയ, ദേഷ്യവും ബഹളവും ഉണ്ടെങ്കിൽ നേരത്തെ കിടത്തി ഉറക്കിയാൽ മതി. ആ പ്രശ്നം ഒരുവിധം അവസാനിക്കും. ഏതായാലും ഈ ഒരു പുതിയ തലമുറ ഇത് പഠിക്കൽ വളരെ ആവശ്യമാണ്. ത്യാഗം വളരെ പ്രധാനമാണ്. ഭക്ഷണമില്ലെങ്കിൽ ബഹളം വെക്കരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചമ്മന്തിയും കഞ്ഞിയുമാകാം, അല്ലെങ്കിൽ ചപ്പാത്തിയും ചെറിയൊരു കറിയുമാകാം, ചിലപ്പോൾ ഒന്നുമില്ലാതിരിക്കാം. ആയിഷ, ഇന്ന് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? ഇല്ല റസൂലെ,
നോ പ്രോബ്ലം ആയിഷ, ഇന്നെനിക്ക് നോമ്പാണ്. റസൂലെ, അല്പം വിഭവം വന്നിട്ടുണ്ട്, എങ്കിലെടുത്തോളൂ, ഞാൻ നോമ്പ് മുറിക്കുന്നു. ഇതാണ് ഇസ്ലാം. ഏത് സാഹചര്യവും. ഇന്നത്തെ കുട്ടികൾക്ക് പ്ലാൻ ബി ഇല്ല, പ്ലാൻ എ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങത് സംഭവിച്ചില്ലെങ്കിൽ എന്തു ചെയ്യണം, അങ്ങനെ ഒരു ചിന്തയല്ല. അത് സംഭവിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. അത് നടന്നില്ലെങ്കിൽ, നീറ്റിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ പഠിക്കാൻ പോണില്ല, ആ കുട്ടീനെനിക്ക് കിട്ടിയില്ലെങ്കിൽ കല്യാണം വേണ്ട. ഇങ്ങനെ പ്ലാൻ ബി ഇല്ലാത്ത ഒരു അപകടത്തിന്റെ ഒരു തലമുറയാണ് പുതിയ തലമുറ. ഏതായാലും ത്യാഗം, 5 ഗുണങ്ങൾ, വിശ്വാസികൾ ആർജിച്ചെടുക്കേണ്ട 5 ഗുണങ്ങൾ. ഒന്ന് ത്യാഗമാണ്. ഉറക്കം ഉപേക്ഷിക്കേണ്ടി വരും. ഖുർആൻ ഈ മാസം ഷഹ്റുല്ലാഹ് എന്നാണ് റസൂല് പറഞ്ഞത്, അള്ളാഹുടെ മാസം എന്നാണ്. ഈ മുഹറം എന്നത് മിൻഹ അർബഅത്തുൻ ഹുറും, പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാണ് ഇത്. ഈ മാസം അഫ്ളലുസ് സിയാം ബഅദ ശഹ്രി റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഈ മാസത്തെ നോമ്പാണ്. ഏത് ദിവസവും നിങ്ങൾക്ക് നോക്കാം, വലിയ പുണ്യമാണ്. അഫ്ളലുസ് സ്വലാത്തി ബഅദ സ്വലാത്തിൽ ഫരീള, ഫർള് നമസ്കാരങ്ങൾക്കു ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈലാണ് എന്നും റസൂൽ ഇതിനോട് ചേർത്ത് പറഞ്ഞു. തഹജ്ജുദ്, ഖുർആൻ 5 തവണയല്ല, 10 തവണയല്ല, 15 തവണയല്ല, 20 തവണയേക്കാൾ കൂടുതൽ തഹജ്ജുദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദ് ഒരു സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാ, ഭയം, നരകത്തെ പേടിച്ചുകൊണ്ട് അവർ അവരുടെ ബെഡിൽ നിന്ന് ശരീരത്തെ അടർത്തിയെടുത്തവർ തഹജ്ജുദ് നിസ്കരിക്കുന്നു. സുബ്ഹി നിസ്കരിക്കണില്ല. സുബ്ഹിക്ക് തന്നെ എഴുന്നേൽക്കാത്ത സമൂഹമാണ് പുതിയ സമൂഹം. അതുകൊണ്ട് രാത്രി നന്നായി ഇല്ലെങ്കിൽ പകല് നന്നാവില്ല. ധാരാളം സ്ഥലങ്ങൾ കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രി കുറച്ചേ ഉറങ്ങാറുള്ളൂ എന്ന് അതിന്റെ അർത്ഥം. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ, അനവധി ആയത്തുകൾ. അതുകൊണ്ട് ഈ മുഹറം മാസം ആ അർത്ഥത്തിൽ ത്യാഗം. ചിലപ്പോൾ അയൽക്കാരൻ വിളിക്കും, എന്നെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഉറക്കം ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകണം. വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖി, മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിന്റെ വിഷയം അള്ളാഹു എളുപ്പമാക്കി തരും. നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും. നിന്റെ മകന്റെ പ്രശ്നം, മകളുടെ പ്രശ്നം ഒക്കെ ഏറ്റെടുക്കും. ഇന്ന് ധാരാളം ആളുകൾ ഒന്നിനവർക്ക് സമയമില്ല. യോഗത്തിന് വിളിച്ചാൽ സമയമില്ല, പ്രഭാഷകർക്ക് സമയമില്ല, അവർക്ക് ആക്ടിവിറ്റീസിനൊന്നും അവർക്ക് സമയമില്ല. കാരണം അവരവരുടെ മകന്റെ വിഷയം, മകളുടെ വിഷയം, വീടിന്റെ വിഷയം, ഇതിൽ തന്നെയാണ് അവർ ഫോക്കസ്. റസൂല് പറഞ്ഞു, എങ്കിൽ അവർക്ക് 4 രോഗമുണ്ടാകും. 1, ടെൻഷൻ ഒരിക്കലും അവരെ വിട്ടു പോവില്ല. 2, നിരന്തരമായ തിരക്ക് അല്ലാഹു കൊടുക്കും. അവരിവിടെ വരാത്തത് തിരക്ക് പേടിച്ചിട്ടാണ്. അവരെ നിരന്തരമായി എൻഗേജ്ഡ് ആക്കിക്കൊണ്ടിരിക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇതുപോലെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അല്ലാഹു അവർക്ക് ഇട്ടുകൊടുക്കും. ഇങ്ങനെ 2-4 ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം അല്ലാഹു അവർക്ക് ഇട്ടുകൊടുക്കും. റസൂൽ പറഞ്ഞത്, അവരെന്നും ദാരിദ്ര്യത്തെ ആയിക്കുണ്ടാവുക, അവരൊരിക്കലും പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല. നേരെ മറിച്ച് റസൂലിന്റെ മുഖത്ത് ഒന്നുണ്ടായിരുന്നില്ല കയ്യിൽ, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തബസ്സിമ, എപ്പോഴും പുഞ്ചിരിയായിരുന്നു റസൂൽ. സഹാബാക്കളും അങ്ങനെയായിരുന്നു. നിങ്ങൾ നോക്കൂ, ഗസയിലെ പിള്ളേർ ഇപ്പോഴും അവിടെ ഡാൻസ് കളിക്കുന്ന കാണാൻ സാധിക്കും, ഫുട്ബോൾ കളിക്കുന്ന സാധിക്കും. എന്തൊരു മനുഷ്യരാണ് അവർ ആലോചിച്ചു, എന്തൊരു മനുഷ്യരാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, എങ്ങനെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു? അത് ത്യാഗത്തിന്റെ ഒരു ഫലമാണ്. അത് ത്യാഗം നമ്മളെ മക്കളെ പഠിപ്പിക്കണം. പട്ടിണി കിടക്കാൻ അവരെ പരിശീലിപ്പിക്കണം. ഇല്ലായ്മയിലും അതിജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. നോ ഷോർട്ട് കട്ട് ഇൻ ലൈഫ്. ഷോർട്ട് കട്ടൊന്നും ഈ ദുനിയാവിലില്ല. അവർ ദുനിയാവിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് നല്ലത്. ഈ ദുനിയാവ് കഷ്ടപ്പാടിന്റെയും ദുഃഖങ്ങളുടെയും വേദനകളുടേതും ആണ് എന്ന്. ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെയേതോ പണിത്തരത്തിനുപയുക്തമാക്കാം. ദുഃഖങ്ങളുടെ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി,
മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. ഈ പ്രോബ്ലംസ് അല്ലാഹു നമുക്ക് തരുന്നത് മനോഹരമായൊരു മദീനക്ക് വേണ്ടിയാണ്. മക്കയിൽ ഈ ടെൻഷൻ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുമ്പോൾ മക്കയിൽ കീഴാളരായിരുന്നു, മക്കയിൽ അടിമകളായിരുന്നു, മക്കയിൽ വേദനയുടെയും ദുഃഖത്തിന്റെയും അവിടെ നിന്ന് മദീനയിൽ അവർ ത്യാഗത്തിന് തയ്യാറായപ്പോൾ മനോഹരമായൊരു ലോകം കൊടുത്തു. അവിടെ കിങ്ങായി, അവിടെ എല്ലാം അവരുടെ ലോകം. അതിർത്തികളിൽ കാവൽ നിർത്തി. ശത്രുക്കളോട് ബദറിലും മുഹദിലും ഖന്തക്കിലും അടരാടി അടിച്ചോടിച്ചു. കുന്നാ മുസ്തളഅഫീന ഫിൽ അർള്, ഞങ്ങൾ ഭൂമിയിൽ മോഡിയുടെ കീഴിൽ ഇങ്ങനെ പീഡനത്തിലായിരുന്നു എന്ന് അല്ലാഹു നാളെ പറഞ്ഞാൽ അവർ ചോദിക്കും, അലം അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, ഈ ദുനിയാവ് വളരെ വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോകാമായിരുന്നില്ലേ നാളെ അല്ലാഹു ചോദിക്കൂത്രേ. ഞങ്ങൾ പ്രസംഗിക്കില്ല, കാരണം അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എഴുതില്ല, കാരണം അത് അറസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് ദഅവത്ത് മിണ്ടാൻ പറ്റില്ല, പലവിധ പ്രശ്നങ്ങളുണ്ട് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഇവർ സറണ്ടർ ആകുമ്പോൾ മലക്കുകൾ ചോദിക്കും, അലം അർളുല്ലാഹി വാസിഅ, ഇതിനൊക്കെ പറ്റുന്ന സൗകര്യങ്ങൾ. വാസിഅത്തുൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. അലം അർളുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ദുനിയാവ് വിശാലാണെന്ന്. ഇനിയൊരു പുതിയ വാർത്ത കേൾക്കണോ നിങ്ങൾക്ക്? നമ്മൾ ഈ ഭൂമിക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കല്ലേ. ദുനിയാവിൽ വലിയൊരു ട്രാജഡി നടക്കുകയാണ്. ചൈനയേക്കാൾ ഇന്ത്യ പോപ്പുലേഷൻ ഗ്രോത്തിൽ ഒന്നാമതെത്തി. ജൂലൈ 11 ആവക ചർച്ചകളൊക്കെ നടന്നു. ഒന്നാമതെത്തി എന്ന് പറഞ്ഞില്ലേ, ഇത് ഒന്നാമതെത്തിയതല്ല അത്രേ. പുതിയ പിള്ളേരില്ലാന്ന്. ഒന്നാമത്തെ കാര്യങ്ങൾക്കൊരു തമാശ കേൾക്കണോ? ഇന്ന് കല്യാണം കഴിക്കണില്ല അധിക പേരും. കല്യാണം കഴിക്കണില്ല. എത്രയോ പെൺകുട്ടി 25-30 വയസ്സുള്ള ഞങ്ങളുടെ ഫാമിലിയിലില്ലേ കല്യാണം വേണ്ടെന്ന്. ഒരു ഉസ്താദ് ഉണ്ട് ഞങ്ങളുടെ മഹലിൽ. ആ ഉസ്താദിനോട് ഇന്നലെ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു ഒരു കല്യാണത്തെ, മോളുടെ അവസ്ഥ എന്താ? ഒന്നും പറയണ്ട, അവള് ജോലി തന്നെയാണ്. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് സുഖമായി ജോലി എടുക്കുന്നു, മുമ്പിൽ വരുന്നു. അതിലൊക്കെ പറ്റിയ ഒരാളെ കാണുമ്പോൾ എന്ന് ഈ 30 കല്യാണം കഴിച്ചാലാണ് മോളെ കല്യാണത്തിന് 60-65 വയസ്സ് വെപ്പോ. ഒന്ന് കല്യാണമില്ല. 2 കെട്ടണവര് തന്നെ പെണ്ണിനെ കെട്ടുക, ആണിനെ കെട്ടുക. അപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇത് ആഘോഷിക്കണം, പുതിയ കാലഘട്ടത്തിൽ ആഘോഷിക്കേണ്ടതൊക്കെ. ഹോമോസെക്സ് ഒരു ജനതയെ നശിപ്പിച്ച അപകടം, വൃത്തികേട്, സംസ്കാര ശൂന്യത. ഇന്ന് LGBTQ എന്ന് പറഞ്ഞിട്ട് ഈ മഴവിൽ കൊടിയും പിടിച്ചു നടക്കുക നമ്മുടെ പിള്ളേര്. എക്സ് മുസ്ലിം, അത് ഭയങ്കര ഒരു ആഘോഷ അഭിമാനാണ്. എക്സ് ആയിരുന്നു പറയുന്നത്. ഇങ്ങനെ ഒരു വൈകൃതം പിടിച്ചൊരു ലോകം. അതിനേക്കാൾ വലിയ അപകടം എന്താ അറിയോ? പുതിയ ആണുങ്ങൾക്ക് ആണത്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണു. പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവരാണ് അധികമൊന്നും. അതും അപ്പൊ ഈ ലോകത്തിപ്പോൾ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? റഷ്യയും യൂറോപ്പും ഒക്കെ അറബി പിള്ളേരെ ക്ഷണിക്കാണ്. കൈ നീട്ടി വായോ വായോ. കാനഡ ഒക്കെ ഇങ്ങനെ അപേക്ഷിക്കാണ്, വായോട്ടാ ഇവിടെ ആളില്ല. എന്ത് ഓഫറാണ്! സിറ്റിസൺഷിപ്പ് അറിഞ്ഞോ നിങ്ങള്? ഇവിടെയാണ് ഒരു മനുഷ്യൻ എന്നത് ഇനി ലോകത്ത് ഏറ്റവും വിലയുള്ള ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകണം ഈ ലോകത്ത്. ഭൂമിയൊക്കെ വെറുതെ കെടുക്കാനി. ഭൂമിയൊന്നും വാങ്ങാം, മനുഷ്യന്മാരുണ്ടെങ്കിൽ ഇത് വാങ്ങാം. ഇത് കൃത്രിമമായി ലോകത്തെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ ഭയപ്പെടുത്തി. ചൈനയിലൊക്കെ അവസ്ഥ അറിയില്ലേ? നമുക്കൊന്നൊക്കെ മാറി. ഇപ്പൊ മക്കള് 2 ഇല്ലെങ്കിൽ 3 കുട്ടികളെങ്കിലും ഏറ്റവും മിനിമം വേണമെന്നൊക്കെയാണ് ചൈനയിലെ. റഷ്യയിലൊക്കെ ഭയങ്കര ഓഫറാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് വന്നു. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവും അവന്റെ റസൂലും നമ്മെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കപ്പുറമല്ല സത്യം. അതാണ് സത്യം. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹി അഖ്വം. ഈ ഖുർആൻ അതാണ് യഥാർത്ഥ മാർഗം. അത് പറഞ്ഞതാണ് ശരി. എത്രയോ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി മനുഷ്യർ കണ്ടാൽ അസ്സലാമു അലൈക്കും, പീസ് ബി അപ്പോൺ യു, ഓം ശാന്തി, ഷാലോം. പുതിയ കാലഘട്ടത്തിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഒക്കെ വന്നു.
പക്ഷെ അതിന് ഒരിക്കലും സലാമിനോട് ചേർന്നതല്ല. അത് സലാമിനോളം ഉത്തമമല്ല. അത് എത്രയോ കാലങ്ങളായി പറയുന്നു. നമ്മളത് വാച്ച് നോക്കണം, സമയമറിയണം. ഒരാളോട് അഭിസംബോധന ചെയ്യണമെങ്കിൽ അസ്സലാമു അലൈക്കും. പണ്ട് മനുഷ്യർ മക്കൾക്ക് കൊടുത്തിരുന്നത് അമ്മിഞ്ഞപ്പാലായിരുന്നു, പടച്ചോന്റെ ബേബി ഫുഡ്. പുതിയ കാലഘട്ടത്തിൽ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു ശാസ്ത്രം. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ജനിക്കുന്ന കുട്ടികൾക്ക് പ്രാകൃത മനുഷ്യർ കൊടുത്തിരുന്ന പാല് കൊടുക്കരുത്, ഞങ്ങളിത് അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുടിച്ചാൽ കുട്ടികൾ ബുദ്ധിയുള്ളവരാകും, ഇത് കുടിച്ചാൽ റാപ്പിഡ് ഗ്രോത്ത്, പിള്ളേര് വലുതാവും. പറയണ്ട, ഡോക്ടർമാർ പറയണ്ട. ഇല്ല, പണ്ട് ആദിവാസികൾ കൊടുത്തിരുന്ന, പണ്ടത്തെ മനുഷ്യർ കൊടുത്തിരുന്ന അതേ ബേബി ഫുഡേ നിങ്ങൾ മക്കൾക്ക് കൊടുക്കാവൂ. ഞങ്ങൾ ഉണ്ടാക്കിയതെങ്ങാനും നിങ്ങളെ കുട്ടികൾ കൊടുത്താൽ മരിച്ചു പോവും, അവരുടെ ഗ്രോത്തിനെ ബാധിക്കും. 6 മാസം. അങ്ങനെ പഴയതിനെ വെറുക്കുന്ന തലമുറയോട് പറയാനുള്ളത്, അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞിടത്തേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ത്യാഗം ചെയ്യാൻ, മാതാവ് ത്യാഗം ചെയ്യണം, പിതാവ് ത്യാഗം ചെയ്യണം, സമൂഹം ത്യാഗം ചെയ്യാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. 5 ഗുണങ്ങളിൽ ഒന്ന് ത്യാഗമാണ്, ഹിജ്റയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. മറ്റൊന്ന് തവക്കുലാണ്, എല്ലാം റബ്ബിൽ ഭരമേൽപ്പിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒന്നുമില്ല അവരുടെ കയ്യിൽ, അവരെല്ലാം ഉപേക്ഷിച്ചാണ് അവിടെ പോയത്. എന്നിട്ട് അവിടെ എത്തിയപ്പോഴും സംഭവിച്ചു, മുറാഗമൻ കസീറ വസഅ. നിങ്ങൾ അവിടെ എത്തിയാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ചാൻസസ് അള്ളാഹു തരുമെന്നതാണ്. ധാരാളം വിശാലത അള്ളാഹു തരുന്നതാണ്. ഒരുപാട് വിശാലത കൊടുത്തു. അതുകൊണ്ട് നിങ്ങളുടെ ജോലി ഇത് കിട്ടി അതിനെ ശപിച്ചുകൊണ്ട് നിങ്ങൾ ആ ജോലിയിൽ തന്നെ തുടരണമെന്നില്ല. അയാളോട് പറയാ, ഞാൻ മുതലാളി, ഞാൻ നാളെ മുതൽ നിങ്ങളുടെ ജോലിയിലേക്കില്ല, നീ ടാറ്റ പറഞ്ഞ് ഇറങ്ങിപ്പോയിക്കോ, നിനക്ക് അള്ളാഹു ഇഷ്ടം പോലെ ചാൻസസ് അവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതെന്റെ വിധി എന്ന് കരുതി കാലാകാലം അതിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കേണ്ട. നിന്റെ വീട് അയൽക്കാർ മുഴുവൻ ശത്രുക്കളാണ്, മോശമാണ്, അവിടെ ഉരുകി വേദനിച്ച് കഴിയണ്ട. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോയിക്കോളൂ, അവിടെ അടിപൊളി നല്ല അയൽക്കാരെ നിനക്ക് ലഭിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇതെന്റെ വിധി എന്ന് കരുതി ഭാര്യനെയും ഭർത്താവിനെയും സഹിക്കണം എന്നൊന്നും അള്ളാഹു പറയണില്ല കേട്ടോ. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയല്ലേ ഞാൻ. പക്ഷെ അമിതമായി അള്ളാഹു റസൂലിനോട് വരെ ചോദിക്കുന്നുണ്ടല്ലോ, യാ അയ്യുഹൻ നബി ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജ്. ഈ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി താങ്കൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ അമിതമായി ഒന്നിലും സറണ്ടർ ആവേണ്ട കാര്യമല്ല. ഹിജ്റ നമുക്ക് നൽകുന്നത് പ്രതീക്ഷയാണ്. ഹിജ്റ എന്ന ഒരു ഒളിച്ചോട്ടല്ല. എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം അള്ളാഹ്ക്ക് ഇഷ്ടം. വനുമക്കിനു ലഹും ഫിൽ അർള് വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും വകാനു യഹ്ദറൂൻ. മുഹറം 10 നമ്മൾ നോമ്പനുഷ്ഠിച്ചു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളെയും കൊണ്ട് അത്ഭുതകരമായി ഫിർഔനിൽ നിന്ന് രക്ഷിച്ച സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് നമ്മൾ നോമ്പനുഷ്ഠിച്ചത്. നന്ദി പറഞ്ഞുകൊണ്ടാണ് നോമ്പനുഷ്ഠിച്ചത്. അവിടെയും മൂസാ നബി ആരാണ് രക്ഷിച്ചത്? അനുയായികൾ ആരാണ് രക്ഷിച്ചത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷിച്ചത്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ യസൂമൂനകും സൂഅൽ അദാബ്. വളരെ ക്രൂരമായ പീഡനം അനുഭവിച്ചു. ആ അനുഭവത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. ഒരു യുദ്ധത്തിനും പോയില്ല. അനുയായികൾ ഒരു സമരത്തിനും പോയിട്ടില്ല. അതിന് പറ്റുന്ന അവസ്ഥയായിരുന്നില്ല ഈജിപ്തിൽ. അത്ര ദുർബലരായിരുന്നു അവർ. വഇദ് നജ്ജൈനാകും, ഞാൻ നിങ്ങൾ രക്ഷിച്ചില്ലേ എന്ന് അല്ലാഹു പറഞ്ഞു. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹർ, കടൽ രണ്ടായി ഞാൻ പിളർത്തിയില്ലേ, അതിലൂടെ നിങ്ങൾ രക്ഷിച്ചില്ലേ. ഫിർഔനെയും അനുയായികളെയും ഞാൻ എന്നേക്കുമായി നശിപ്പിച്ചില്ലേ. 998 ഷെയ്ഖ് അഹ്മദ് യാസീനോട് അൽ ജസീറ ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. ആ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, ആരോടാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നത്? ഹമാസിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം. ആരോടാണ് ഏറ്റുമുട്ടത് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോന്ന്? അന്ധനായ ഷെയ്ഖ് അഹ്മദ് യാസീൻ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് നല്ല ഉറപ്പുമുണ്ട്. ഇസ്രയേല് എന്ന വൻ ശക്തിയോട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പ് ഈ ഗസയിലെ 40 കിലോമീറ്റർ നീളവും ചെറിയ സൗകര്യവുമുള്ള ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് അതിനുള്ള ഉറപ്പുണ്ട്. കാരണം അക്രമത്തിലൂടെയാണ് ഇസ്രയേൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇസ്രയേൽ എന്ന രാജ്യം വന്നിട്ടുള്ളത് അക്രമത്തിലൂടെയാണ്. ഏതൊരു സാധനവും ജനിച്ചാൽ പിന്നീട് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം,
കഴിഞ്ഞ വാർദ്ധക്യത്വം എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട്. ആ വാർദ്ധക്യം എന്ന ഘട്ടമില്ലാതെ ഒന്നും ഇവിടെ ഇല്ല. അത് ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ 2027 ഇസ്രയേൽ ഇല്ലാതാവും. അന്ന് പറഞ്ഞതട്ടാ. ചില പ്രവചനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർ സത്യം ചെയ്താൽ ആ സത്യം അല്ലാഹു ശരിപ്പെടുത്തുന്ന ഹദീസുണ്ട്. 2027 ഷെയ്ഖ് അഹമ്മദ് യാസീൻ പറഞ്ഞ ഒരു വർത്താനാണ്. നിങ്ങൾ നോക്ക്, എത്ര കൃത്യമാണ് ആ പ്രവചനം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ അൽ ജസീറ ചാനലിന്റെ ആള് ചോദിച്ചു, അങ്ങനെ കൃത്യമായി പറയണത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആനാണ് ആ ഇൻസൈറ്റ് എനിക്ക് തന്നതെന്ന് ഷെയ്ഖ് അഹമ്മദ് യാസിൻ പറയുന്നുണ്ട്. ഖുർആനിൽ 40 സന എന്നൊരു പ്രയോഗമുണ്ട്. ജനറേഷന്റെ ചേഞ്ച് സംഭവിക്കുക ഈ 40 വർഷങ്ങൾക്കിടയിലാണ്. ആ ഗസയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ തുഫാനുൽ അഖ്സ എന്നത് ആ അവസാനത്തെ ഘട്ടത്തിലാണ്. ഇസ്രയേൽ തളരും, ഇസ്രയേൽ തകരും എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ സാധിക്കും. 1979 തെഹ്റാനിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ജിമ്മി കാർട്ട് US പ്രസിഡന്റ് തോറ്റുകൊടുത്തപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ പിള്ളേരെ മുമ്പിൽ എന്തുപറ്റി തോൽക്കാൻ? അദ്ദേഹം പറഞ്ഞു, മരിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹത്തോട് പിന്നെ എന്തു ചെയ്യാൻ സാധിക്കുന്നു? മരിക്കാൻ തയ്യാറാവുക. ത്യാഗം വളരെ പ്രധാനമാണ്. തവക്കുൽ വളരെ പ്രധാനമാണ്. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറസഖകും കമാ യർസുഖു ത്വയ്ർ. നിങ്ങൾ യഥാർത്ഥം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട മുറപ്രകാരം തവക്കുൽ ചെയ്താൽ പക്ഷികൾ കന്നം കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ വിഷയങ്ങളിൽ അള്ളാഹു പരിഹാരം തരും. നോക്കൂ, നിങ്ങൾ ഈ ഇലക്ഷനിൽ മോഡിയുടെ വലിയ ശബ്ദമൊന്നും ഇപ്പൊ കേൾക്കണില്ലല്ലോ, അല്ലേ? വലിയ ബഹളമൊക്കെ ആയിരുന്നില്ലേ? വേറെ പ്യാരെ ദേശവാസിയോ ഇപ്പൊ അധികം കേൾക്കണില്ലല്ലോ. ഇപ്പൊ ഭാഗവത് പുതിയ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. 75 കഴിഞ്ഞാൽ ഇനി അടങ്ങിയിരിക്കണം, പുതിയ പിള്ളേർക്ക് അവസരം കൊടുക്കണം എന്നൊക്കെ, അല്ലേ? ഇതൊക്കെ മാറും. ചരിത്രത്തിൽ മാറ്റമാണ് ലോകത്തിന്റെ സത്യമെന്ന് പറയുന്നത്. ഒരു ഫിറൗനും എന്നും അങ്ങനെ തന്നെ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് വലിയ റബ്ബ് എന്ന് പറഞ്ഞോൻ അവസാനം മുങ്ങിച്ചാവുമ്പോ ആമൻതു ബി റബ്ബി മൂസ വഹാറൂൻ, ഞാൻ വിശ്വസിച്ചു, റബ്ബേ നിന്നിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് ചങ്ങാച്ചാവണത്. അപ്പൊ അള്ളാഹുടെ മറുപടി ആൻ, ഇപ്പോഴാണ് എല്ലടാ ഫിറൗൻ എനിക്ക് തോന്നിയത്. ആ റബ്ബ് ഇവിടെയുണ്ട്. ഖുർആനിലെ ഒരു അധ്യായം, റോം എന്നാണ് അധ്യായത്തിന്റെ പേര്. ആ റോം തുടങ്ങുന്നത് അലിഫ് ലാം മീം ഖുലിബത്തി റോം. റോം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഒരു അധ്യായം തുടങ്ങുന്നത്. ഖുർആനിൽ രാഷ്ട്രീയം ഉണ്ടോന്ന് ചോദിച്ചാൽ അതേ ഉള്ളൂ. ഖുർആനിലെ റോം എന്ന് പറയുന്ന അധ്യായം തുടങ്ങുന്നത് റോം വിജയിക്കുക തന്നെ ചെയ്യും. ഫീ ബിദ്ഇ സിനീൻ, വളരെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ് അതിനർത്ഥം. പ്ലീസ് വെയിറ്റ്. റോം വിജയിക്കും, പേർഷ്യ തിരിച്ചടിക്കും, പേർഷ്യയെ കണക്കിന് റോം പ്രഹരിക്കുക തന്നെ ചെയ്യും. വെയിറ്റ് ഫീ ബിദ്ഇ സിനീൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞ പ്രയോഗമുണ്ട്, ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്. പണ്ടും അള്ളാഹ് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്, ഇപ്പോഴും ആ റബ്ബ് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യണത്. ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ഇവരൊന്നല്ല അജണ്ട നിർണയിക്കുന്നത്. അജണ്ട നിർണയിക്കുന്നത് റബ്ബാണ്. വഫൗഖ കുല്ലി ദീ അംരിൻ ഹകീം, എല്ലാത്തിനും അപ്പുറം. വഫൗഖ കുല്ലി ദീ ഖദരിൻ ഖദറ, എല്ലാ പ്ലാനിങ്ങുകൾക്കും മുകളിൽ റബ്ബിന്റെ പ്ലാനിംഗ് ഉണ്ട്. അതിൽ വിശ്വസിക്കാൻ നമുക്ക് അപ്പോൾ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അല്ലാഹു അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. ആ റബ്ബിൽ തവക്കുൽ ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. എല്ലാ പ്രതിസന്ധിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടത് ഏകദേശം മക്കയുടെ വടക്ക് ഭാഗത്താണ് മദീന. പക്ഷെ റസൂല് പോണത് തെക്ക് ഭാഗത്താണ്. തെക്ക് ഭാഗത്ത് പോയിട്ടാണ് ആ സൗർ ഗുഹയിൽ പോയിരിക്കുന്നത്. മക്കയിൽ പോയിട്ടുള്ള ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ളവർ സൗറും ഹിറയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും. ഞാൻ സൗറ് പോയി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഈ ദുനിയാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ സൗറുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്, അല്ലേ?
ഇത് റബ്ബിന്റെ റസൂലിന് വന്നിരിക്കാനുള്ള ഒരു വീട് പോലെയാണ് സൗർ ഗുഹ. മനോഹരമാണ് ആ ഒരു സംവിധാനം. അതെങ്ങനെ റസൂൽ അവിടെ പോയിരുന്നത്? പോണ വഴിക്ക് ഒരു പൊത്ത് കണ്ടപ്പോ കയറിയതല്ല. മൂന്നാമത്തെ ക്വാളിറ്റി ആസൂത്രണമാണ്, ആ പ്ലാനിങ്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഡോക്യുമെന്റേഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. പണമിടപാട് നടത്തുമ്പോ ഇക്കായാലും ഉണ്ണിയായാലും ബിസിനസ് ആയാലും എഴുതി വെക്കണം, സാക്ഷികൾ വേണം. ഇന്ന് പലരും കരയാ, ഞാൻ 5 ലക്ഷം കൊടുത്തു ആളെന്നെ പറ്റിച്ചു, ഞാൻ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ആളെന്നെ പറ്റിച്ചു. ആരാ പറഞ്ഞേ? ഡോക്യുമെന്റേഷനെ കുറിച്ചാണ് ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആയത്തുദ്ദൈൻ ഒക്കെ രേഖപ്പെടുത്തണം. പ്ലാനിങ്. എന്തു രസകരമായിരുന്നു മുഹമ്മദിന്റെ മദീന യാത്ര എന്നറിയാം. വളരെ ആസൂത്രണത്തോടുകൂടി. അലി റളിയല്ലാഹു അൻഹു പുതപ്പിനടിയിൽ കിടത്തിയിരിക്കുന്നു. ബാങ്കായിരുന്നു റസൂലെ, വിശ്വസ്തൻ അല്ലമീനായിരുന്നു. പലരും പണം അന്ന് ബാങ്ക് ഇതായിരുന്നു, വിശ്വസ്തന്റെ കയ്യിലല്ല ഏൽപ്പിക്കുക. ഇപ്പൊ റസൂൽ എല്ലാം കിഴിയാക്കി വെച്ചിട്ട് പേരെഴുതിട്ട് അലിയിൽ കൊടുത്തു, ഇത് ഇന്നാൾക്ക് കൊടുക്കാനുള്ളത് നോക്കണം നിങ്ങൾ. ഇങ്ങനെ ആവണം നമ്മൾ. നമ്മെ എതിർക്കുകയും വെറുക്കുകയും നമുക്കെതിരെ ഭീകരവാദവും മറ്റൊക്കെ ചുമത്തുകയും ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം ഇവരങ്ങനെയുള്ളവരല്ല, ഇവരെ വിശ്വസിക്കാമെന്ന്. ഇവർ കള്ളന്മാരല്ല, ഇവർ പലിശക്കാരല്ല, ഇവർ തട്ടിപ്പ് നടത്തുന്നവരല്ല, ഇവർ രാജ്യസ്നേഹികളാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ ശരിയുടെ പാത. ഇവർ പറയുന്നതാണ് സത്യം, ഇവർ പറയുന്നിടത്താണ് കാര്യം. ഇവരുടെ നിലപാട് പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവരും ഇവരുടെ നിലപാട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ പേടിയാണ്. വാക്കെടുത്തവൻ തീവ്രവാദി, രാജ്യദ്രോഹി, കപടദേശവാദി, നാട്ടിൽ മതജാതി വ്യാധി. വാളെടുത്തവന്റെ കയ്യിലാണ് നാടുവാദി. ഈ ക്രൂരതയും കൊലയും ഒക്കെ ചെയ്യണം. 51 വെട്ടും 61 വെട്ടും. ഇവരാണ് പറയണത് അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, കൊലക്കെതിരെ സംസാരിക്കുന്നത്. കൊല ചെയ്യുന്നവർ ഒരിക്കലും കൊല ചെയ്യാത്ത മനുഷ്യരെ കുറിച്ച് ആരോപിക്കുന്നു എന്ന വലിയ തമാശ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടോ? അതിലൊന്നും പേടിക്കരുത്. ആസൂത്രണം റസൂലിന്റെ മനോഹരമായ വലിയ ഒരു സന്ദേശമാണ്. എല്ലാ കാര്യത്തിലും റസൂലിന് ആ ആസൂത്രണം. മക്കയിൽ ബദർ നടക്കുന്നത് എങ്ങനെ? അത് പ്ലാനിങ് ചെയ്യാണ്. അപ്പൊ ഒരു സഹാബി ചോദിക്കാണ്, താങ്കൾ എന്താണ് ഇവിടെ ടെന്റ് കെട്ടുന്നത്? താങ്കളുടെ അഭിപ്രായം? എങ്കിൽ അവിടുന്ന് കുറ്റി പറിക്കുന്നു. അതെ, യെസ്, അതാണ് ലീഡർ. അനുയായികളെ, 2 വിരുദ്ധാശയമുള്ള അബൂബക്കറിനെയും ഉമറിനെയും തന്റെ വലതും ഇടതും കൊണ്ടു നടക്കുന്ന ഒരു ലീഡറെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ സാധിക്കും. തന്നെ എതിർക്കുന്ന, എതിർ ശബ്ദമുള്ളവരെ പുറത്താക്കുകയല്ല, അവരെ തടയുകയല്ല, അവരെ അകറ്റുകയല്ല, അവരെ കൂടി ഉൾക്കൊള്ളാനുള്ള ഇൻക്ലൂസീവ്നെസ്, അത് വളരെ പ്രധാനമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ ചാവാൻ പോവാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ചാവാൻ പോവാണ്, കാഫിറുകളുടെ കൂടെയാണ്. ഇപ്പൊ വാപ്പ എന്താ പറയണെന്നറിയോ? എന്താ മോനെ, പോവല്ലട ഉണ്ണി, ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറിടാ. അപ്പൊ മോൻ പറഞ്ഞു, ഉപ്പ ഞാനത് ആ മലയുടെ മുകളിൽ കയറാം. മോനെ, ഇന്നേ ദിവസം ആരും രക്ഷിക്കില്ല കേട്ടാ, ഉപ്പ ഒന്നും ഉണ്ടാണ്ടെന്നേ, ഞാൻ അവിടെ പോവാണ്. ഓക്കെ, സമാധാനല്ലേ നൂഹിന്? അള്ളാഹുവോട് പറ, റബ്ബേ നീ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഫാമിലിയെ രക്ഷിക്കാന്ന്. ഇന്നഹു മിൻ അഹ്ലി, എന്റെ മോൻ എന്റെ ഫാമിലിയാണ്. അള്ളാഹുവിന്റെ മറുപടി, ഇന്നഹു ലൈസ മിൻ അഹ്ലി. അതെ, നീ വിഡ്ഢിത്തം എന്നോട് ചോദിക്കാൻ കരുത്, അവൻ നിന്റെ അഹ്ലിൽ പെട്ടവനല്ല. അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മകൻ എത്തീസ്റ്റായി, നമ്മുടെ മകൾ തലയെ തട്ടണില്ല. നമ്മുടെ സമീപനം എന്തായിരിക്കും? നമ്മുടെ വാക്ക് എന്തായിരിക്കും? ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇൻക്ലൂസീവ്നെസ്, അതെന്റെ രക്തമാണ് എന്റെ മകൻ, അവൻ എന്റെ സംഘടനയിൽപ്പെട്ടതല്ല, അതുകൊണ്ട് അവനോട് മുണ്ടില്ല.
മുസ്ലിം അല്ലാന്നല്ല, എന്റെ സംഘടനയിൽ പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ചിരിക്കില്ല, മുണ്ടില്ല. വാപ്പയോട് ഉമ്മയോട് ഇങ്ങനെ ഇവർക്ക് ഖുർആനിൽ നിന്ന് ഒരു പാഠവും അവർ ഉൾക്കൊള്ളുന്നില്ല. ഖുർആന്റെ പാഠമെന്നത് മുഹമ്മദ് നബി ഏറ്റവും സ്നേഹിച്ചത് ആ നാട്ടിൽ ഏറ്റവും വലിയ കാഫറിന്റെ നേതാവിനെയാണ്, അബൂ താലിബിനെ. വെറുക്കുകയായിരുന്നില്ല, പൊട്ടിക്കരയുകയായിരുന്നു അയാൾ മരിച്ചപ്പോ റസൂല് ചെയ്യുന്നത്. അതായിരുന്നു നമ്മുടെ റസൂൽ. മുസൈലിമ, ആ നാട്ടിലെ മദീനയിലെ ഏറ്റവും തലവേദനയായ അബ്ദുല്ലാഹിബ്നു സുലൂൽ എന്ന മുനാഫിഖ് മരിച്ചപ്പോ കയ്യടിക്കല്ല ചെയ്തത്. റസൂല് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയിന്ന് മാത്രമല്ല, മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതായിരുന്നു റസൂലിന്റെ മനസ്സ്. യാ ഖൗം, എന്റെ സമുദായമേ, എന്റെ സമൂഹമേ എന്നായിരുന്നു വിളിച്ചത്. ഈ ഒരു ഇൻക്ലൂസീവ്നെസ് ഈ നാട്ടിലെല്ലാവരുമായും, മുസ്ലിങ്ങളുമായും മുസ്ലിങ്ങളല്ലാത്തവരുമായും, മതമുള്ളവരുമായും മതമില്ലാത്തവരുമായും നമ്മൾ ചേർത്തുപിടിക്കുക എന്ന വലിയ സന്ദേശം. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ട് ആദ്യമായി പ്രവാചകൻ ആ നാട്ടുകാർ, അപരിചിതരായ ആ നാട്ടുകാർ, സാവൂതം ആ മുഹമ്മദിനെ കാത്തിരുന്ന ആ നാട്ടുകാർ, അവിടെ വലിയ രസമുണ്ട്. രസം എന്താന്ന് ചോദിച്ചാൽ, ജൂതന്മാർ മദീനയിലെ ബനൂ കൈനുക്ക, ബനൂ നളീർ, ബനൂ ഖുറൈള വലിയ വലിയ ജൂതന്മാരാണ്. അവർ നിരന്തരമായി പ്രഹരം, അടികിട്ടി അപമാനിതരായി ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ദൈന്യതയിലുമായിരുന്നു അവർ. അവരെപ്പോഴും അടി കിട്ടുമ്പോ പറയും, ഞങ്ങളിൽ ഒരു റസൂല് വരാനുണ്ട്. തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു റസൂല് വരുന്നു, എന്താണ് ദിസ്മുഹു അഹ്മദ് എന്നൊക്കെ പറയുന്ന തൗറാത്തിൽ വർത്തമാനമുണ്ട്. ഞങ്ങൾക്കൊരു നബി വരാണ്ട്, ആ നബി വന്ന് ഞങ്ങൾ കാണിച്ചു തരാം, തിരിച്ചടിക്കുന്നു. അവസാനം ആ നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇവർ റസൂലിന്റെ അടുത്തേക്ക് പോകുന്ന സംഭവം ഒരു മോള് കേട്ടിട്ട് പറയേണ്ട റസൂലിനോട്, ആ വീട്ടിലെ മോള്. അങ്ങനെ ആ മോളുടെ പേര് സഫിയ എന്നാണ്. ആ മോള് ഇവരുടെ കോട്ടയിലുണ്ട്. അങ്ങനെ വാപ്പയും എളാപ്പയും കൂടി പറയാതെ നബി വന്നിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഇവർ പോയി റസൂലിനോട് സംസാരിച്ചു. നബിയാണെന്ന് ഉറപ്പായി. തിരിച്ചു വന്നിട്ട് ഇവർ ചർച്ച, അല്ല എന്തായാലും നബിയാണെന്ന് ബോധ്യമായല്ലോ. ആ അതെ, ഇനിയിപ്പോ എന്താ പ്ലാൻ? അപ്പൊ വാപ്പ പറയണ്, എന്ത് പ്ലാൻ? അയാളെ നമ്മൾ എതിർക്കും, അയാളെ നമ്മൾ തോൽപ്പിക്കും, അയാളെ നമ്മൾ വിശ്വസിക്കില്ല. ഈ മോളെ പിന്നീട് റസൂല് കല്യാണം കഴിക്കുന്നുണ്ട്, സഫിയ എന്ന പേര്. ഈ സഫിയ റസൂലിനോട് പറയണം, ഞാൻ അന്ന് താങ്കൾ മദീനയിൽ വന്നപ്പോൾ എന്റെ വാപ്പയും എളാപ്പയും കൂടെ ഇങ്ങനെ ചർച്ച നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയായിരുന്നു. അവർക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല അത് സ്വീകരിക്കാൻ. ഇതൊരു ഭാഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആസൂത്രണം, വളരെയധികം ബോധപൂർവം ചിന്തിച്ചും പഠിച്ചും ആസൂത്രണം ചെയ്തുമാണ് മദീനയിലെത്തുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിൽ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം. ആദ്യമായിട്ട് പ്രവാചകൻ പ്രസംഗിക്കണം കേട്ടോ മദീന നിവാസികളോട്. എന്താ പറയണമെന്നറിയോ? 3 കാര്യങ്ങളാ പറയണം. അയ്യുഹന്നാസ്, ഓ മുസ്ലിങ്ങളെ എന്നല്ല, അയ്യുഹന്നാസ്, ഓ മൈ പീപ്പിൾ, അഫ്ഷുസ്സലാം, നിങ്ങൾ സമാധാന പ്രചാരകരാവുക. വഅത്ഇമുത് തആം, നിങ്ങൾ ആളുകൾക്ക് അന്നം കൊടുക്കുക. വസല്ലു വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താണ്? റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ മുസ്ലിൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ഇവർ നിസ്കരിക്കുന്നത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്, ഇവർ സ്വതക്ക ചെയ്യുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്. ഷോ വർക്കേഴ്സ് ആകരുത്. ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ട് അവിടത്തെ കാട്ടിക്കൂട്ടുന്ന ആളുകളോട് പറയണം, സൊല്ലു വന്നാസുനിയ. ഇതായിരുന്നു റസൂലിന്റെ ആദ്യത്തെ ഭാഷണം. സമാധാന പ്രചാരകരാവുക, നിങ്ങൾ ആളുകൾക്ക് അന്നം കൊടുക്കുന്നവരാവുക, എല്ലാവരും ഉറങ്ങുമ്പോൾ ഈശ്വരനോട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നഹ്നു ഉമ്മത്തും വാഹിദ, വി ആർ വൺ, നമ്മൾ ഒരൊറ്റ ജനതയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. റസൂലും ജൂതന്മാരെ സ്നേഹിച്ചു, ക്രിസ്ത്യാനികളെ സ്നേഹിച്ചു, മദീനയിലെ മൊത്തം ആളുകളെ സ്നേഹിച്ചു. നമ്മളൊക്കെ ഒന്നാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട് മുഹറം 10. അപ്പൊ എന്തെങ്കിലും നോമ്പെടുക്കണമെന്ന് ചോദിച്ചു. ഇന്നാണ് മൂസാ നബിയെ രക്ഷിച്ച ദിവസം, എന്നാ പിന്നെ നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കാണ് മൂസാ നബി രക്ഷിച്ചത്, ഞങ്ങൾ നോമ്പെക്കുന്നു പറഞ്ഞു. ആ വർഷം ജൂതന്മാരോട് നോമ്പ് പറ്റു, പിറ്റേ വർഷം ജൂതന്മാരോടൊപ്പം നോമ്പ് പറ്റു, 10 വർഷവും ജൂതന്മാരോടൊപ്പം റസൂൽ നോമ്പ് പറ്റു.
11ാമത്തെ വർഷമാണ് പിന്നീട് ഇവരായിട്ട് കോൺഫ്ലിക്ട് നടക്കുന്നത്. അവസാന ഘട്ടങ്ങളിലാണല്ലോ. അവസാന ഘട്ടങ്ങളിൽ നബി എല്ലാം ജൂതന്മാരിൽ ഭിന്നമാവാൻ പറയണതൊക്കെ ആ സമയത്താണ്. അപ്പോ ആളുകൾ പറഞ്ഞു എല്ലാം നമ്മൾ ജൂതന്മാരിൽ ഭിന്നാണ്, പക്ഷെ മുഹറം 10 മാത്രം അവരൊക്കെയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ റസൂൽ പറഞ്ഞു ഇൻഷാ അല്ലാഹ് അതാണെങ്കിൽ ആ വിഷയത്തിലും അവരിൽ നിന്ന് ഭിന്നാവും. അങ്ങനെയാണല്ലോ അസുമൻ അത്താസി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നത്. ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. മുഹറം 10ന്റെ പ്രാധാന്യം റസൂല് പറയുന്നുള്ളൂ. അത് നോമ്പോറ്റാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കുന്നു. 9ന്റെയോ 11ന്റെയോ പ്രതിഫലം പറയുന്നില്ല. പക്ഷെ പ്രവാചകന്റെ വാക്കിൽ നിന്ന് ആ ദിവസം കൂടി മുഹറം 9 കൂടി താസുആ കൂടിയുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം. ഏതായാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നത് ഈ മക്കയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നില്ല, ഒരു വലിയ രക്ഷയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അനുയായികളെയും അള്ളാഹു രക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി സൂറത്ത് യൂസുഫ് നിങ്ങൾ വായിക്കുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലാണ്. ആ ഈജിപ്തിലെ ഭരണാധികാരിയാണ്. അപ്പോൾ ഉപ്പാനും ഫാമിലിയൊക്കെ വിളിക്കുന്നുണ്ട്. അവരെല്ലാവരും വരുന്നുണ്ട്. വന്നപ്പോൾ റസൂൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പാനും ഉമ്മാനെ അർഷിലിരുത്തുന്നുണ്ട്, അഥവാ സിംഹാസനത്തിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ തന്നെയാണ് ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നത്. ഉപ്പാനും ഉമ്മാനും അർഷിലിരുത്തി. എന്നിട്ട് യൂസുഫ് പറയുന്നുണ്ട്, ഉപ്പ ഉമ്മ നിങ്ങളെ മരുഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതും ജയിലിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എന്നെ ആക്കിയതും അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. എനിക്കും ബ്രദേഴ്സിനുമിടയിൽ ഇബ്ലീസ് ചില കളികളൊക്കെ കളിച്ചു. നോക്കണം നിങ്ങൾ, തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച കള്ളന്മാരായ ബ്രദേഴ്സിന്റെ മുഖത്ത് നോക്കിയാണ് പറയണത്. ഇവർ കുറ്റക്കാരാണെന്നല്ല, ഇബ്ലീസ് ഞങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ജ്യേഷ്ഠനോടും ഉണ്ടാത്തവർ, അനുജനോടും ഉണ്ടാത്തവർ, ആരെങ്കിലും കേട്ട് തെറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇബ്ലീസുകളുടെ ഇടയിൽ കളിക്കുന്നുണ്ട് എന്നാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇബ്ലീസിന്റെ കളിയാണ്. അതുകൊണ്ട് ഇബ്ലീസ് അല്ലാത്ത വേറൊരു സിഹ്റുകളെ ബാധിക്കില്ല കേട്ടോ. ജൂതന്മാരെല്ലാ അർത്ഥത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ദൈന്യതയിലുമായിരുന്നു. അപ്പോൾ വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ, ജൂതന്മാരോട് ഇബ്ലീസ് പറഞ്ഞുകൊടുത്തു, അതെ സുലൈമാന് ഈ പ്രതാപവും ഈ വലിയ സമ്പത്തൊക്കെ കിട്ടിയത് സിഹിർ വഴിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സിഹിറാണ് നല്ല പരിഹാരം എന്ന് വത്തബൗ ഈ ബനൂ ഇസ്രയേലികളോട് ഇബ്ലീസാണ് പറഞ്ഞു കൊടുത്തത്. സിഹിർ ചെയ്താൽ മതി, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു. ഇന്ന് നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ പറയില്ലേ ശത്രുദോഷമുണ്ട്, എന്ത് കാര്യങ്ങളൊന്നും നടക്കണില്ല, എല്ലാത്തിനും തടസ്സമുണ്ട്, എന്താ പരിഹാരം? സിഹിർ ചെയ്താൽ മതി എന്നാണ്. ഈ സിഹിർ ചെയ്യാൻ വേണ്ടി പോണ ഈ ഉസ്താവന്മാരായാലും തങ്ങന്മാരായാലും ഇവരൊക്കെ മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ്. ഒന്നുകിൽ സ്കൂളിൽ തന്നെ പോയിട്ടുണ്ടാവില്ല. അവര് അങ്ങനെയുള്ള സംസ്കാരമില്ലാത്ത ഏറ്റവും ലോ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരാണ് ഈ ടീമും. ഈ ബുദ്ധിയുള്ള ഈ മനുഷ്യൻ ഈ പൊട്ടന്റെ അടുത്ത് പോയിട്ട് പറയാ എന്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കുന്നു. ഇവനേക്കാൾ വലിയ വിഡ്ഢി എന്താണ്? അപ്പൊ ഖുർആൻ ഇതിനെ വളരെ പരിഹസിക്കുന്നുണ്ട്. സിഹിറിനെ നിശ്ചിതമായി ഖുർആൻ വിമർശിക്കുന്നുണ്ട്. അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ അധികാരത്തെക്കുറിച്ച് ഈ ബനൂ ഇസ്രയേലികളെ പറഞ്ഞു പറ്റിച്ചത് ഇബ്ലീസാണ്. പിന്നെ ഈ അവസരം ഫിത്നക്ക് വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചു. ബാബിലോണിയയിലെ ഹാറൂത്ത് മാറൂത്ത് മലക്കുകളെയും അവർ കൊണ്ടുപോയി. എന്നിട്ട് അള്ളാഹു പറയുന്നത് വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഈ സിഹ്ർ കൊണ്ട്, ഒരു ഉപദ്രവേൽപ്പിക്കാൻ പറ്റില്ല. വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, എല്ലാത്തിന്റെയും മുകളിൽ ശക്തി അള്ളാഹുവിനാണ്. വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, യൂസ്ലെസ് ആയ ഒരു കാര്യമാണ് അവർ പഠിക്കുന്നത്. ഖുർആനിലെ ആയത്തുണ്ട്, ആയത്തിന്റെ വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആണ്, ഒരു ഉപകാരം ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്നാണ്. ഇത് 7 വൻ പാപങ്ങളിൽ ഒന്നാണ്. മൻ അതാ ഉറാഫൻ, ആരെങ്കിലും ഈ ഉറാഫ് എന്ന് പറഞ്ഞാൽ ഈ ഭാവി പറയുന്ന ആള്, ഭാവി പ്രവചിക്കുന്ന ആള്, ജോത്സ്യനാവും തങ്ങള്, ഇവരുടെ അടുത്തേക്ക് ആരെങ്കിലും പോയാൽ ഫഖദ് കഫറ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയതിൽ അവർ നിഷേധിച്ചിരിക്കുന്നു. അവരുടെ നമസ്കാരം അള്ളാഹു ദിവസങ്ങളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 വൻ പാപങ്ങളിൽ ഒന്നാണത്. അടുക്കരുത്
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുക്കരുത് അതിലേക്ക്. ഇത് വളരെ ഗുരുതരമായി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ബനൂ ഇസ്രയേലിന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചരിത്ര വർത്തമാനത്തിൽ ഇത് ഞാൻ വീണ്ടും വീണ്ടും പങ്കുവെക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ വസ്വാസ് മാറിയിട്ടില്ല. ഇത് പാടില്ല, ഇത് പാപമാണ്, വൻപാപമാണ്, അപകടമാണ്, അടുക്കരുന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ ഉസ്താവന്മാര് ചെയ്യുന്നു. അതിന് വേറെ പല പേരുകളിടുന്നു. ഈ വക മണ്ടത്തരത്തിൽ നമ്മൾ പോയി പേരരുത്. ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെങ്കിൽ ഇന്ത്യയില് ഒരാളെ എതിരെ അത് ഉപയോഗിച്ചാൽ ഈ നാട് രക്ഷാവും, ഈ നാട് രക്ഷപ്പെടും. അങ്ങനെ ആരും ഉപദ്രവിക്കാനൊന്നും ഈ വക ചരടും മന്ത്രവും മാരണം കൊണ്ട് ചെയ്യും. ഇത് ഫിത്തന മാത്രമാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. എല്ലാ പ്രഭാതത്തിലും 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലുക, എല്ലാ പ്രഭാതത്തിലും 3 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ചൊല്ലുക, എല്ലാ പ്രഭാതത്തിലും 3 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് നിങ്ങൾ പാരായണം ചെയ്യുക. എല്ലാ ഫിത്തനയിൽ നിന്നും രക്ഷപ്പെടാൻ അതാണ് പ്രധാനപ്പെട്ട പരിഹാരം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ ഒരു ഹിജ്റയുമായി ബന്ധപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിജ്റ, കർബലയിൽ ഹുസൈന്റെ ഹിജ്റ, ഇതൊക്കെ ഒരു പരസ്പര ബന്ധം, അല്ലെങ്കിൽ അതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരന്തരമായ സഞ്ചാരം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഞ്ചാരം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദിഹിം ഖൗഫൻ അംന. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, വഅദല്ലാഹ്, നിങ്ങളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഖിലാഫത്ത് തരും, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രതിനിധികളാക്കാം എന്ന് വാഗ്ദാനം തരുന്നു. വലയുമക്കിനന്ന ലഹും ദീനഹും, നിങ്ങളുടെ ദീനിന് ഇവിടെ സ്വാധീനമുണ്ടാക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ഇസ്ലാം ദീനൻ തന്നെയാണ് ലോകത്ത് ഇപ്പോഴും സ്വാധീനം. ലോകം മുഴുവൻ അത് തന്നെയാണ് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ അതിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ തടസ്സങ്ങൾ, പർദ്ദയെക്കുറിച്ച്, താടിയെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, എല്ലാ ഫോബിയകളും ഇവർ പ്രചരിപ്പിക്കുന്നു. ഇന്ത്യ ഹെയ്റ്റ് ലാബ് ഒരു പഠനം ഡൽഹി കേന്ദ്രീകരിച്ചു നടന്നു. അതിൽ പറയുന്ന 2004 ശേഷം 74% ഈ ഒരു ഹെയ്റ്റ് സ്പീച്ച് നടക്കുന്നു. അതിൽ 98.4% ഇസ്ലാമിനെതിരെ മാത്രമാണ്. ലോകത്ത് മുഴുവൻ ഇസ്ലാമിനെ എങ്ങനെ പരിഹസിക്കുകയും കരിവാരിത്തേക്കുകയും ചെയ്തിട്ടും അള്ളാഹുവിന്റെ ദീൻ തന്നെയാണ് ഇവിടെ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, നിങ്ങളുടെ ഭയത്തിന് പകരമായി നിർഭയത്വം അള്ളാഹു തരും. നിർഭയത്വത്തോട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങളുടെ ഈ ഉറക്കവസാനിപ്പിക്കണം, നിങ്ങളുടെ ഈ അലസത മാറ്റണം, നിങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാവണം, നിങ്ങൾ സമർപ്പണത്തിന് തയ്യാറാവണം. മൂന്നാമത്തത്, നിങ്ങൾ തവക്കുൽ ചെയ്യാൻ തയ്യാറാവണം. നാലാമത്തത്, നിങ്ങൾ ആദർശ പ്രതിബദ്ധതയുള്ളവരാകണം. അഞ്ചാമത്തത്, ആസൂത്രണം, പ്ലാനിംഗ് പഠിക്കണം. ഈ 5 ഗുണങ്ങൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. പ്രവാചകൻ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ദാത്തുൻ നിതാഖൈൻ എന്നൊക്കെ റസൂല് പെൺകുട്ടിക്ക് അപരനാമം കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ്, പ്രവാചകന്റെ ഒരു പൊതു സ്വഭാവമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. വെരി ഗുഡ്, വെൽ ഡൺ. അബൂബക്കർ സിദ്ദീഖ് ഒരു സർട്ടിഫിക്കറ്റ്, ഉമർ അൽ ഫാറൂഖ് അടുത്ത സർട്ടിഫിക്കറ്റ്, അല്ലെ, ഖാലിദ് അൽ വലീദ്, സൈഫുല്ലാഹിൽ മസ്ലൂൽ, എല്ലാവർക്കും റസൂൽ ഇങ്ങനെ കൊടുക്കണം. ഈ പ്രോത്സാഹനം എന്നത് വളരെ പ്രധാനമാണ്. കുറ്റപ്പെടുത്തലും നിരാശയുമല്ല നമുക്ക്. ലാ തഖ്നതു, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നത് ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങൾ പ്രതീക്ഷയുള്ളവരാവുക, നിങ്ങൾ പ്രതീക്ഷയുള്ളവരാവുക. സൂറത്തുൽ ഖസസ്, കഥകൾ എന്ന അധ്യായം തുടങ്ങുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും. പിള്ളേരെ കൊല്ലുക എന്നതാണ് ഫിർഔന്റെ പണിയെങ്കിൽ അഭിനവ ഫിർഔനായ നെതന്യാഹുവും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സിമിലാരിറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. വനുരിയ ഫിർഔന വഹാമാന വജനൂദഹുമ, ഞാൻ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക്, ചുട്ട മറുപടി അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
വനുരീദു അൻ നമുന്ന അലല്ലദീന ഉസ്തുദ്ഇഫു ഫിൽ അർള്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് ഔദാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വനജഅലഹും അഇമ്മ, അവരെ ലീഡേഴ്സ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇറാന് ഭയങ്കര മാർക്കറ്റല്ലേ? ഇറാന് ഗംഭീരമായ മാർക്കറ്റ് വാല്യൂ കൂടിയില്ലേ? എന്തൊക്കെ ഉപരോധങ്ങൾ നടത്തിയിട്ടും അയണ്ടോം പോലും അറിയണില്ലാന്ന്. ഈ സാധനം വീണ് പൊട്ടിയിട്ടാണ് അയണ്ടോം കണ്ണുറക്കെടുത്തത്. എന്തുണ്ടായിന്ന് ഞെട്ടിപ്പോയില്ലേ? അപ്പൊ റബ്ബ് ഞാൻ ചിലരെ നിന്ന് പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ആകെ തകട് പൊടിയാവും. ഇത് ഞാൻ അങ്ങനൊക്കെ ചില പ്ലാനിങ്ങും പ്രതിരോധമൊക്കെ വെക്കുന്നുണ്ട്. ഇവരൊന്നും പേടിക്കണ്ട. ഇത് കഴിഞ്ഞ ഉടനെ അവരെന്താ പറഞ്ഞു, ഇനി ഒരാൾ ഇവിടെ ആണവ പരിശോധനയായിട്ട് ഇങ്ങോട്ട് കടക്കരുത്, ഇനി ആണവ പരിശോധന ഇവിടെ വരരുത്. ഭയങ്കര ഹീറോ ഇല്ലേ ഇത്? ഇത് റബ്ബ് പറയാം ഞാൻ എൻജോയ് ചെയ്യണമെന്ന്. അള്ളാഹു എൻജോയ് ചെയ്യുന്നു. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഒന്ന്, നിങ്ങൾ നിരാശ പിടിയുക, പ്രതീക്ഷയോടുകൂടി നെഞ്ചുവിരിച്ച് അധർമ്മത്തിനെതിരെ നിങ്ങൾ എണീറ്റിരിക്കുക. ഒരു ചുക്കൂടെ സംഭവിക്കില്ല. നമുക്ക് മുകളിൽ അള്ളാഹു ഉണ്ട്. പണ്ടും അള്ളാഹുവാണ് പ്ലാൻ ചെയ്തത്, ഇന്നും റബ്ബന്നെ പ്ലാൻ ചെയ്തത്. എന്തൊക്കെ കോലാഹലം! 2014 ഇന്ത്യയിൽ ഇനി മുസ്ലിങ്ങൾക്ക് കുറെ പേര് യമനിക്കൊക്കെ പോയി ഓൾറെഡി. ഇനി ഇവിടെ രക്ഷയില്ലാന്ന്. അന്തരീക്ഷം ആകെ മാറിയില്ലേ? പ്രതിപക്ഷം സ്ട്രോങ് ആയില്ലേ? NRCയും CIA ഒക്കെ എപ്പോഴും പേടിച്ചിട്ട് അവർ പറയണില്ലല്ലോ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്ലാൻ ചെയ്യണം. ഒരു ചുക്കും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യപൂർവ്വം നിൽക്കുക. അല്ലാഹു നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഇത് തരുന്ന എനർജി നിസ്സാരമല്ല. വനനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആൻ നമുക്ക് വലിയ എനർജി തരുന്നുണ്ട്. അവസാനം ഒരു കഥ കൂടി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ പോവാണല്ലോ. മദീനയിൽ പോണ സമയത്ത് ഒരാള് 100 ഒട്ടകം പറഞ്ഞ വാഗ്ദാനം. അപ്പൊ ഒരു പാവം, സുറാക്ക എന്നാണ് അയാളെ പേര്. അയാൾക്ക് കൊതിയായിട്ട് 100 ഒട്ടകം കിട്ടില്ലേ, കുതിരയായിട്ട് മെല്ലെ പിന്നാലെ പോയി. അപ്പോ റസൂൽ കണ്ട്. ഇപ്പൊ മോനെ സുറാക്ക പോയിക്കോ, പേടിച്ച് കൈക്കൂപ്പില്ല, ഓടവിടെ നിന്നു. റസൂൽ യാത്ര തുറന്നു. വീണ്ടും ഇയാള് വിടുന്നില്ല, കാരണം 100 ഒട്ടകാണ്. അവസാനം റസൂൽ എന്ത് ചെയ്യുന്നത്, അയാളെ കൈയ്യണ്ട് പിടിച്ചു. അയാളെ താണു വീണു, എന്നെ ഒന്നും ചെയ്യരുത് സുറാക്ക. എന്നിട്ട് റസൂലിന്റെ ഒരു ഡയലോഗുണ്ട്, നിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ നിന്റെ ഈ കരത്തിൽ കിസ്രയുടെ വളകൾ അണിയിച്ചാൽ അതിനെക്കുറിച്ച് നീ എന്തു പറയുന്നു? കിസ്രയുടെ വളകൾ ഈ കൈകളിൽ അണിയിച്ചാൽ അതിനെക്കുറിച്ച് എന്തഭിപ്രായമാണ് നിനക്കുള്ളത് എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കാണ്. സുറാക്ക മതി, അത് മതി എന്ന് പറഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയോ? റസൂൽ എപ്പോഴാ പറയണത്? നബി മദീനയിലേക്ക് പോകുമ്പോഴാണ്. ഒരു മതപ്രവാചകൻ പറയുന്നത്, കിസ്ര അന്നത്തെ അമേരിക്കയാണ്, ട്രംപിന്റെ കയ്യിൽ കിടക്കണം വള ഞാൻ നിന്നെ അണിയിക്കാന്ന് ഒരു സോമാലിയൻ പ്രസിഡന്റ് പറഞ്ഞിടത്ത അവസ്ഥ, അല്ലെങ്കിൽ സോമാലിയയിലെ ഒരു സാധാരണക്കാരൻ പറഞ്ഞ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ഇതിനേക്കാൾ വിദൂരമായൊരു തമാശയാണത്. കിസ്രയും കൈസറൊക്കെ അത്രയും വലിയ ടീമാണ്. അതിൽ കയ്യിൽ വളയണിക്കാൻ, അധികാരത്തിന്റെ ചിഹ്നം അണിയിക്കാൻ. സുറാക്ക പറഞ്ഞു മതി, താങ്കളുടെ ആ വാഗ്ദാനം മതിയെന്ന്. രംഗം കഴിഞ്ഞു റസൂൽ വഫാത്തായി. സുറാക്ക നാട് നീളെ പറഞ്ഞു നടക്കേണ്ടതാണ്, എന്നെ പറ്റിച്ചു പറഞ്ഞില്ല. അള്ളാഹുടെ റസൂലിനുള്ള വിശ്വാസം അത്. അദ്ദേഹം പറഞ്ഞാൽ സംഭവിച്ചിരിക്കും. അബൂബക്കർ മരിച്ചു, വള കിട്ടിയിട്ടില്ല. അറിയാലോ, 2.5 വർഷമാണ് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു. പിന്നീട് ചുണക്കുട്ടി, എനിക്കു ശേഷം ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഉമറാകുമായിരുന്നു എന്ന് റസൂല് പറഞ്ഞ ആ മനുഷ്യൻ, ഉമർ ഉണ്ടല്ലോ, 6-7 അടിയാണ് ഹൈറ്റ്, കയ്യിന് കാലിന്റെ വലുപ്പണം, വെളുത്ത് സുന്ദരനാണ്. ഉമറിന്റെ ഒരു ബ്ലാക്ക് ഹോഴ്സിലാണ് ഉമർ ഉക്കാലിലേക്ക് വരിക. ആളുകളൊക്കെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്ന മഹാപ്രതിഭ, ഭയങ്കര ബുദ്ധിജീവിയായിരുന്നു, മീഡിയേറ്റർ ആയിരുന്നു, മനോഹരമായി കവിതകൾ അവതരിപ്പിക്കുന്ന ആളായിരുന്നു, ഭയങ്കര ഫിലോസഫറായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു കിസ്രയുമായി ഏറ്റുമുട്ടി ആ വള കയ്യിൽ പിടുത്തു.
എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഐന സുറാക്ക പരസ്യമായി എവിടെയാണ് സുറാക്ക? സുറാക്ക കടന്നു വരൂ. സുറാക്ക വന്നു. ഞങ്ങളുടെ റസൂൽ നിന്നോടന്ന് വാഗ്ദാനം ചെയ്തതായിരുന്നു ഇത്, നിന്റെ കൈ നീട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിന്റെ ചിഹ്നം കൈമാറുന്ന മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഹിജ്റ നമ്മുടെ മനസ്സിലുണ്ടാവണം. This is an opportunity in every calamity. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾ എപ്പോഴും എന്ത് പ്രതിസന്ധി വന്നാലും ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇത് ഖുർആന്റെ വാഗ്ദാനാണ്. വ ഇന്ന മഅൽ, റിപ്പീറ്റ് ചെയ്യണം അല്ലാഹു. എവിടെ നിങ്ങൾക്ക് പ്രോബ്ലം വന്നോ അവിടെ ഒരു അത്ഭുതകരമായ ഒരു ഷിഫ്റ്റ് സംഭവിക്കാൻ പോകുന്നുണ്ട്. എവിടെ കയറ്റമുണ്ടോ ഇറക്കണ്ടാവും. കത്തിയെരിയും ഈ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലമുണ്ടായിരിക്കാം. ഈ പ്രതീക്ഷയുടെ, ആവേശത്തിന്റെ, ആർജവത്തിന്റെ, എനർജിയുടെ, മോട്ടിവേഷന്റെ മനോഹരമായ ഗീതികളാണ് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ സർവം സമർപ്പിച്ച് മുന്നേറാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധികൾ നിറഞ്ഞ പുതിയ കാലഘട്ടത്തിൽ പ്രതീക്ഷയുടെ മനോഹരമായ ദിനങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൺകുളിർക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. ഈമാനോടുകൂടി കാരുണ്യവാനായ റബ്ബ് ഞങ്ങളെ മരിപ്പിക്കണമേ റഹ്മാൻ. എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും നൽകണമേ റഹ്മാന്. ഈ കാഫിലയോടൊന്നിച്ച് ധൈര്യപൂർവം സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. കാപഢ്യത്തിൽ നിന്ന്, നിഫാക്കിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. വിവേകികളായ നേതാക്കന്മാരെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ രാജ്യത്തെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ രാജ്യത്തെ നേതാക്കൾക്ക് നീ വിവേകം നൽകണമേ റഹ്മാനെ. ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ലീഡേഴ്സിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في فلسطين. اللهم انصر المجاهدين الذين يجاهدون في سبيلك يا الله. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. السلام عليكم ورحمة الله.